നമസ്കാരം, പി സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ VFA പരീക്ഷ കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞു. അതിന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 40 ഡേയ്സ് ചലഞ്ച് ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ്. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ചർച്ച ചെയ്യും. അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും. പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് ഹിമാലയൻ പർവ്വതനിരയുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദിച്ച 100 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക, ഹിമാലയൻ മലനിരകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പർവ്വതനിരകളുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദിച്ച 100 പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം മഞ്ഞിന്റെ വാസസ്ഥലം. ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം മഞ്ഞിന്റെ വാസസ്ഥലം. ഹിമാലയം രൂപപ്പെട്ടത് ഏതുതരം പർവ്വതനിരകളിൽ നിന്നാണെന്ന് ചോദിച്ചാൽ മടക്കു പർവ്വതങ്ങളിൽ നിന്നുമാണ്. ഹിമാലയം ഏതുതരം പർവ്വതനിരകളാണെന്ന് ചോദിച്ചാൽ മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ഹിമാലയം എന്ന് പറയുന്നത് ഏതുതരം പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ മടക്കു പർവ്വതങ്ങൾ അഥവാ ഫോൾഡ് മൗണ്ടൻസിന് ഉദാഹരണമാണ്. ഏത് ഫലകങ്ങളുടെ കൂട്ടിയിടി മൂലമാണ് ഹിമാലയം രൂപപ്പെട്ടത്? ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോഴാണ് ഹിമാലയം രൂപപ്പെട്ടത്. ഏത് ഫലകങ്ങളുടെ കൂട്ടിയിടി മൂലമാണ് ഹിമാലയം രൂപപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോഴാണ് ഹിമാലയം രൂപപ്പെട്ടത്. ഹിമാലയം നിലവിൽ വന്നത് ഏത് സമുദ്രത്തിന്റെ സ്ഥാനത്തായിരുന്നു? തെദീസ് എന്ന സമുദ്രത്തിന്റെ സ്ഥാനത്ത്. ഹിമാലയം നിലവിൽ വന്നത് ഏത് സമുദ്രത്തിന്റെ സ്ഥാനത്തായിരുന്നു എന്ന് ചോദിച്ചാൽ തെദീസ് സമുദ്രത്തിന്റെ സ്ഥാനത്തായിരുന്നു. അല്ലെങ്കിൽ ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയ സമയത്ത് അതിനിടയിൽ ഉണ്ടായിരുന്ന തെദീസ് എന്ന സമുദ്രത്തിന്റെ അടിത്തട്ട് മുകളിലേക്ക് ഉയർന്നാണ് ഹിമാലയ പർവ്വതനിര രൂപപ്പെട്ടത്. ലോകത്തിൽ ഏറ്റവും വലിയതും ഏറ്റവും ഉയരം കൂടിയതുമായ പർവ്വതനിര എന്നറിയപ്പെടുന്നത് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്നറിയപ്പെടുന്നത് ഹിമാലയം. ഹിമാലയൻ നിരകളെ പ്രധാനമായും എത്ര സമാന്തര നിരകളായി തരംതിരിക്കാം? 3ആയി തരംതിരിക്കാം. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയൻ മലനിരകളെ പ്രധാനമായും എത്ര സമാന്തര നിരകളായി തരംതിരിക്കാന്ന് ചോദിച്ചാൽ 3ആയിട്ട് തരംതിരിക്കാം. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി എന്നറിയപ്പെടുന്നത് ഏത് ഹിമാലയൻ മലനിരകളാണ്? അതിനെയാണ് നമ്മൾ ഗ്രേറ്റർ ഹിമാലയം എന്ന് അറിയപ്പെടുന്നത്. ഹിമാദ്രി എന്നറിയപ്പെടുന്നത് ഏത് മലനിരകളാണെന്ന് ചോദിച്ചാൽ അത് ഗ്രേറ്റർ ഹിമാലയമാണ്. ഹിമാദ്രിയിലെ പ്രധാന കൊടുമുടികളാണ് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നംജ പർവ. ഹിമാദ്രിയിലെ പ്രധാന കൊടുമുടികൾക്ക് ഉദാഹരണം ചോദിച്ചാൽ എവറസ്റ്റ്, കാഞ്ചൻജംഗ, നംജ പർവ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏതു രാജ്യത്താണ്? നേപ്പാളിലാണ്. അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നേപ്പാൾ ചൈന അതിർത്തിയിലാണ് കേട്ടോ. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ നേപ്പാളാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നേപ്പാൾ ചൈന അതിർത്തിയിലാണ് മൗണ്ട് എവറസ്റ്റ് കാണപ്പെടുന്നത്. നേപ്പാളിൽ എവറസ്റ്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സാഗർമാത. നേപ്പാളിൽ എവറസ്റ്റ് അറിയപ്പെടുന്ന പേരെന്താ? സാഗർമാത എന്ന്. ചൈനയിൽ എവറസ്റ്റ് അറിയപ്പെടുന്ന പേര് ചോമാലുക്മ. ചൈനയിൽ എവറസ്റ്റ് അറിയപ്പെടുന്ന പേരെന്താ? ചോമോ ലുക്മ എന്നാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? സിക്കിമാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് കാഞ്ചൻജംഗയാണ്. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? സിക്കിമാണ്. ലെസർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാചൽ. ലെസർ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹിമാചലാണ്. പ്രധാന ഹിൽ സ്റ്റേഷനുകൾ കാണപ്പെടുന്ന ഹിമാലയൻ നിര ഹിമാചലാണ്. പ്രധാന ഹിൽ സ്റ്റേഷനുകൾ കാണപ്പെടുന്ന ഹിമാലയൻ നിര ഹിമാചലാണ്. പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനുകൾ ഏതൊക്കെയാ? ഷിംല, മസൂരി, നൈനിറ്റാള്, ഡാർജിലിംഗ്. അപ്പോ പ്രധാന ഹിൽ സ്റ്റേഷനുകൾ കാണപ്പെടുന്ന ഹിമാലയൻ നിര എന്ന് ചോദിച്ചാൽ ഹിമാചലാണ്. ഏതൊക്കെയാ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസ് അറിയപ്പെടുന്ന ഹിമാലയത്തിന്റെ ഭാഗമായിട്ട്? ഷിംല, മസൂരി, നൈനിറ്റാൾ, ഡാർജിലിംഗ്. പീർ പാഞ്ചൽ റേഞ്ച് സ്ഥിതി ചെയ്യുന്നത് ഏത് ഹിമാലയൻ നിരയിലാണ്? ഹിമാചലിലാണ്. പീർ പാഞ്ചൽ റേഞ്ച് സ്ഥിതി ചെയ്യുന്നത് ഏത് ഹിമാലയൻ നിരയിലാണ്? ഹിമാചലിലാണ്. ഡ്യൂണുകൾ കാണപ്പെടുന്ന ഹിമാലയൻ നിര സിവാലിക്. ഡ്യൂണുകൾ കാണപ്പെടുന്ന ഹിമാലയൻ നിര സിവാലിക്. ഡെറാഡൂൺ, കോട്ട്ലി ഡൂൺ, പാട്ട്ലി ഡൂൺ എന്നിവ ഏത് ഹിമാലയൻ നിരയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സിവാലിക്കാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡെറാഡൂണ്, കോട്ട്ലി ഡൂണ്, പാട്ട്ലി ഡൂൺ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഏത് ഹിമാലയൻ നിരയിലാണെന്ന് ചോദിച്ചാൽ അത് സിവാലിക്കിലാണ്. സിവാലിക് നിരകൾക്ക് ഔട്ടർ ഹിമാലയം എന്ന പേര് വരാൻ കാരണം ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട്. സിവാലിക് നിരകൾക്ക് ഔട്ടർ ഹിമാലയം എന്ന പേര് വരുവാൻ കാരണം ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട്. ഗംഗ, യമുന, ബ്രഹ്മപുത്ര തുടങ്ങിയ നദികളുടെ ഉത്ഭവം എവിടെ നിന്നുമാണ്? ഹിമാലയത്തിൽ നിന്നുമാണ്. ഗംഗ, യമുന, ബ്രഹ്മപുത്ര തുടങ്ങിയ നദികളുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നുമാണ്? ഹിമാലയത്തിൽ നിന്നുമാണ്.
ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങളാണ് സോജില ചുരം, ഷിപ്കില ചുരം, നഥുല ചുരം, ലിപുലേക്ക് ചുരം. ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ ഏതൊക്കെയാ? സോജില ചുരം, ഷിപ്കില ചുരം, നഥുല ചുരം, ലിപുലേക്ക് ചുരം. ഷിപ്കില ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഷിപ്കില ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരം നഥുല ചുരം. സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരം നഥുല ചുരം. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരം ലിപുലേക്ക് ചുരം. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരം ലിപുലേക്ക് ചുരം. ഹിമാലയത്തിലെ ഏറ്റവും നീളമുള്ള മഞ്ഞുമല എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ഗ്ലേഷ്യർ ആണ്. ഹിമാലയത്തിലെ ഏറ്റവും നീളമുള്ള മഞ്ഞുമല എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ഗ്ലേഷ്യർ ആണ്. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ യുദ്ധകളം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ഗ്ലേഷ്യർ ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധകളം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ഗ്ലേഷ്യർ ആണ്. ഹിമാലയൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന മരങ്ങളാണ് ദേവദാരു, സ്പ്രൂസ്, ഫിർ, പൈന്. ഹിമാലയൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന മരങ്ങൾ ഏതൊക്കെയാ? ദേവദാരു, സ്പ്രൂസ്, ഫിർ, പൈന് എന്നിവയാണ്. ഹിമാലയൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന മൃഗങ്ങളാണ് ഹിമപ്പുലി, കസ്തൂരിമാൻ, ഹിമാലയൻ താർ, ഹിമാലയൻ ബെയർ. ഓർക്കണേ, ഹിമാലയൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന മൃഗങ്ങൾ ചോദിച്ചാല് ഹിമപ്പുലി, കസ്തൂരിമാൻ, ഹിമാലയൻ താർ, ഹിമാലയൻ ബെയർ. നംച ബർബ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്, അതായത് കിഴക്കൻ ഹിമാലയത്തില്. നംച ബർബ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്, അതായത് കിഴക്കൻ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട്. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടി എന്നറിയപ്പെടുന്നത് നംച ബർവയാണ്. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടി എന്നറിയപ്പെടുന്നത് നംച ബർവയാണ്. പൂർവാചൽ കുന്നുകൾ എന്നറിയപ്പെടുന്നത് ഏത് ഹിമാലയത്തിന്റെ ഭാഗമാണ്? കിഴക്കൻ ഹിമാലയത്തിന്റെ ഭാഗം. പൂർവാചൽ കുന്നുകൾ എന്നറിയപ്പെടുന്നത് ഏത് ഹിമാലയത്തിന്റെ ഭാഗമാണ്? കിഴക്കൻ ഹിമാലയത്തിന്റെ ഭാഗമാണ്. പൂർവാചൽ കുന്നുകളിൽ ഉൾപ്പെടുന്ന പ്രധാന കുന്നുകളാണ് പട്കായ് ബൂം, നാഗ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ, ഖാസി കുന്നുകൾ, ഖാരോ കുന്നുകൾ, ജയന്തിയ കുന്നുകൾ. ഓർത്തോളണേ, പൂർവാചൽ കുന്നുകളിൽ ഉൾപ്പെടുന്ന പ്രധാന കുന്നുകൾ ഏതൊക്കെയാ? പട്കായ് ബൂം, നാഗ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ, ഖാസി കുന്നുകൾ, ഖാരോ കുന്നുകൾ, ജയന്തിയ കുന്നുകൾ. ഹിമാലയം ഇന്ത്യയുടെ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു? കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യമായിരുന്നു. ശൈത്യകാലത്ത് മധ്യേഷ്യയിൽ നിന്നുള്ള അതിശൈത്യക്കാറ്റിൽ നിന്നും ഇന്ത്യയെ സംരക്ഷിക്കുന്നു. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി മഴ നൽകുന്നു. ഹിമാലയം ഇന്ത്യയുടെ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു? ശൈത്യകാലത്ത് മധ്യേഷ്യയിൽ നിന്നുള്ള അതിശൈത്യക്കാറ്റിൽ നിന്നും ഇന്ത്യയെ സംരക്ഷിക്കുകയും മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി മഴ നൽകുകയും ചെയ്യുന്നു. ഹിമാലയം ഏത് നദികളുടെ ഉത്ഭവസ്ഥാനമാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, സത്ലജ് നദികളുടെ. ഹിമാലയം ഏതൊക്കെ നദികളുടെ ഉത്ഭവസ്ഥാനമാണെന്ന് ചോദിച്ചാൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, സത്ലജ് എന്നീ നദികളുടെ. ഹിമാലയത്തിലെ ഏറ്റവും വലിയ ഹിമപാതങ്ങളാണ് ഗംഗോത്രിയും സിയാച്ചിനും. ഹിമാലയത്തിലെ ഏറ്റവും വലിയ ഹിമപാതങ്ങളാണ് ഗംഗോത്രിയും സിയാച്ചിനും. ചാർധാം തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന ബദരിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നിവ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ചാർധാം തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന ബദരിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഹിമാലയൻ സംസ്ഥാനങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശം, ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശം, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ആണ് എന്തിന്റെ ഭാഗം? ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശം. ഓർത്തോളണേ. അപ്പോൾ ഹിമാലയൻ സംസ്ഥാനങ്ങൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള ജമ്മു കാശ്മീർ, ലഡാക്ക്, പിന്നെ ആരൊക്കെയുണ്ട്? ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, പശ്ചിമ ബംഗാള്. ഇവിടെ ഓർക്കുവാനുള്ളത് പശ്ചിമ ബംഗാളിന്റെ ഡാർജിലിംഗ് മേഖലയാണ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് കാണപ്പെടുന്നത്. മൗണ്ട് എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയത് ആര്? എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗയും. വർഷം 1953. മൗണ്ട് എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയത് ആരാണ്? എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗയുമാണ്. വർഷം 1953. മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ബചേന്ദ്രി പാലാണ്. വർഷം 1984. മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബചേന്ദ്രി പാലാണ്. വർഷം 1984. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായ മൗണ്ട് കെറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? പാക് അധിനിവേശ കാശ്മീരിലെ കാരക്കോറം നിരകളിലാണ് ആര് കാണപ്പെടുന്നത്? ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ കാണപ്പെടുന്നത്. ഗ്രേറ്റർ ഹിമാലയത്തെയും ലെസ്സർ ഹിമാലയത്തെയും വേർതിരിക്കുന്ന ഫ്ലോട്ടാണ് മെയിൻ സെൻട്രൽ ത്രസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഗ്രേറ്റർ ഹിമാലയത്തെയും
ലെസർ ഹിമാലയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഫ്ലോട്ട് അറിയപ്പെടുന്ന പേരെന്താ? മെയിൻ സെൻട്രൽ ത്രസ്റ്റ് എന്നാണ്. ലെസർ ഹിമാലയത്തെയും സിവാലിക് നിരകളെയും തമ്മിൽ വേർതിരിക്കുന്ന ഫ്ലോട്ടാണ് മെയിൻ ബൗണ്ടറി ഫ്ലോട്ട്. ലെസർ ഹിമാലയ സിവാലിക് നിരകളെയും വേർതിരിക്കുന്ന ഫ്ലോട്ടാണ് മെയിൻ ബൗണ്ടറി ഫ്ലോട്ട് എന്ന് അറിയപ്പെടുന്നത്. സിവാലിക് നിരകളെയും വടക്കൻ സമതലങ്ങളെയും വേർതിരിക്കുന്ന ഫ്ലോട്ടാണ് ഹിമാലയൻ ഫ്രണ്ടൽ ഫ്ലോട്ട്. സിവാലിക് നിരകളെയും വടക്കൻ സമതലങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്ന ഫ്ലോട്ട് ഏതാ? ഹിമാലയൻ ഫ്രണ്ടൽ ഫ്ലോട്ട് ആണ്. ഡ്യൂൺ താഴ്വരകൾ എന്തിന് പ്രസിദ്ധമാണ്? കാർഷിക പ്രവർത്തനങ്ങൾക്കും ജനവാസത്തിനും വിനോദസഞ്ചാരത്തിനും. കേട്ടോ, ഡ്യൂൺ താഴ്വരകൾ എന്തിനു പ്രസിദ്ധമാണെന്ന് ചോദിച്ചാൽ കാർഷിക പ്രവർത്തനങ്ങൾക്കും ജനവാസത്തിനും വിനോദസഞ്ചാരത്തിനും പ്രശസ്തമാണ് ഡ്യൂൺ താഴ്വരകൾ. ഹിമാലയൻ പർവ്വതനിരകളിലെ പ്രധാന കാർഷിക വിളകൾ എന്നറിയപ്പെടുന്നത് നെല്ല്, ചോളം, ഉരുളക്കിഴങ്ങ്, തേയില, ആപ്പിൾ എന്നിവയാണ്. ഹിമാലയൻ പർവ്വതനിരകളിലെ പ്രധാന കാർഷിക വിളകൾ എന്നറിയപ്പെടുന്നത് നെല്ല്, ചോളം, ഉരുളക്കിഴങ്ങ്, തേയില, ആപ്പിൾ എന്നിവയാണ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഹിമാലയൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഹിമാലയൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. കാശ്മീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത് ഏത് ഹിമാലയൻ നിരകളിലാണെന്ന് ചോദിച്ചാൽ ഗ്രേറ്റർ ഹിമാലയത്തിനും പീർ പാഞ്ചൽ നിരകൾക്കും ഇടയിലാണ്. കാശ്മീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത് ഏത് ഹിമാലയൻ നിരകളിലാണെന്ന് ചോദിച്ചാൽ ഗ്രേറ്റർ ഹിമാലയത്തിനും അതുപോലെ പീർ പാഞ്ചൽ നിരകൾക്കും ഇടയിലാണ്. പീർ പാഞ്ചൽ നിരകൾ ഏത് ഹിമാലയത്തിന്റെ ഭാഗമാണ്? ഹിമാചലിന്റെ ഭാഗമാണ്. പീർ പാഞ്ചൽ മലനിരകൾ ഏത് ഹിമാലയത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ഹിമാചലിന്റെ ഭാഗമാണ്. മഞ്ഞും വെള്ളവും ഒരുമിച്ചൊഴുകുന്ന നദികൾക്ക് ഉദാഹരണം ഹിമാലയൻ നദികൾ, ഇല്ലെങ്കിൽ അവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പെരിനിയൽ നദികൾ. മഞ്ഞും വെള്ളവും ഒരുമിച്ചൊഴുകുന്ന നദികൾക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയൻ നദികൾ എല്ലാത്തിലും മഞ്ഞും ജലവും ചേർന്നായിരിക്കും ഒഴുകുന്നത്. ഇത്തരം നദികളെ വിളിക്കുന്ന പേരാണ് പെരിനിയൽ നദികൾ എന്ന്. ഹിമാലയത്തിലെ പ്രധാന തടാകങ്ങളാണ് ദാൽ തടാകവും നൈനിറ്റാൽ തടാകവും. ഹിമാലയത്തിലെ പ്രധാന തടാകങ്ങളാണ് ദാൽ തടാകവും നൈനിറ്റാൽ തടാകവും. ജമ്മു കാശ്മീരിലെ പ്രസിദ്ധമായ താഴ്വര കാശ്മീർ താഴ്വര. ജമ്മു കാശ്മീരിലെ പ്രസിദ്ധമായ താഴ്വര ഏതാണ്? കാശ്മീർ താഴ്വരയാണ്. ഹിമാലയത്തിന്റെ ആകെ നീളം എത്രയാണ്? 2400 കിലോമീറ്റർ. ഹിമാലയത്തിന്റെ ആകെ നീളം എത്രയാണ്? 2400 കിലോമീറ്റർ ആണ്. ഹിമാലയത്തിന്റെ വീതി എത്രയാണ്? 150 മുതൽ 400 കിലോമീറ്റർ വരെ. അതായത് പടിഞ്ഞാറ് ഭാഗത്ത് കൂടുതലാണ് ഇതിന്റെ വീതി എന്ന് പറയുന്നത്, എന്നാൽ കിഴക്ക് ഭാഗത്തേക്ക് പോകുന്തോറും വീതി കുറയുകയും ചെയ്യുന്നു. ശ്രദ്ധിച്ചോളണേ, ഹിമാലയത്തിന്റെ വീതി എത്രയെന്ന് ചോദിച്ചാൽ 400 കിലോമീറ്റർ മുതൽ 150 കിലോമീറ്റർ വരെയാണ്. അതായത് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്തോറും വീതി വർദ്ധിച്ച് ഏകദേശം 400 കിലോമീറ്റർ വരെ എത്തുകയും ഇനി നേരെ തിരിച്ച് കിഴക്കോട്ട് സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയത്തിന്റെ വീതി കുറഞ്ഞു 150 കിലോമീറ്റർ വരെ എത്തുകയും ചെയ്യുന്നു. നാഗാ കുന്നുകൾ ഏത് സംസ്ഥാനത്തിലാണ്? നാഗാലാൻഡിൽ. പേര് തന്നെ ഉണ്ടല്ലേ, നാഗാ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. മീസോ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പേരിൽ തന്നെയുണ്ട്, മിസോറാം. മീസോ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മിസോറാം ആണ്. ഖാസി, ഖാരോ, ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയ. ഖാസി, ഖാരോ, ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? മേഘാലയയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രം, ചിറാപുഞ്ചി എന്നിവ ഏത് കുന്നുകളിലാണെന്ന് ചോദിച്ചാൽ ഖാസി കുന്നുകളിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻഡ്രം എന്നിവ ഏത് കുന്നുകളിലാണ് കാണപ്പെടുന്നത്? ഖാസി കുന്നുകളുടെ ഭാഗമായാണ് കാണപ്പെടുന്നത്. ഇന്ത്യയുടെ അതിരുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാലയം. ഇന്ത്യയുടെ അതിരുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാലയം. നദികളാൽ രൂപപ്പെട്ട ഹിമാലയത്തിന്റെ വിഭജനമാണ് പഞ്ചാബ് ഹിമാലയം, കൊമയോൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, ആസാം ഹിമാലയം. നദികളാൽ രൂപപ്പെട്ട ഹിമാലയത്തിന്റെ വിഭജനം എങ്ങനെയാ? പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, അസാം ഹിമാലയം. സിന്ധുവിന്റെയും സത്ലജിനും ഇടയിലുള്ള ഹിമാലയൻ ഭാഗമാണ് പഞ്ചാബ് ഹിമാലയം അഥവാ കാശ്മീർ ഹിമാലയം എന്നറിയപ്പെടുന്നു. സിന്ധുവിനും സത്ലജ് നദിക്കും ഇടയിലുള്ള ഹിമാലയം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പഞ്ചാബ് ഹിമാലയം അഥവാ കാശ്മീർ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയം അറിയപ്പെടുന്ന പേരാണ് കുമയോൺ ഹിമാലയം. ഇത് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡാണ്, അതുകൊണ്ട് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നും അറിയപ്പെടുന്നു. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗം അറിയപ്പെടുന്ന പേരെന്താ? കുമയോൺ ഹിമാലയം എന്നാണ്. ഇത് ഉത്തരാഖണ്ഡിന്റെ ഭാഗമായിട്ടാണ് കാണപ്പെടുന്നത്. കാളി നദിക്കും ടീസ്റ്റ നദിക്കും ഇടയിലുള്ള ഹിമാലയൻ ഭാഗമാണ് നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നത്. കാളി നദിക്കും ടീസ്റ്റ നദിക്കും ഇടയിലുള്ള ഹിമാലയൻ ഭാഗം അറിയപ്പെടുന്ന പേരാണ് നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നത്. നദികളാൽ രൂപപ്പെട്ട ഹിമാലയത്തിന്റെ വിഭജനത്തിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എന്നറിയപ്പെടുന്നത് നേപ്പാൾ ഹിമാലയമാണ്. നദികളാൽ രൂപപ്പെട്ട ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എന്നറിയപ്പെടുന്നത് ഏതാ? നേപ്പാൾ ഹിമാലയമാണ്. ടീസ്റ്റ നദിക്കും ദിഹാങ് നദിക്കും ഇടയിലുള്ള ഹിമാലയൻ ഭാഗമാണ് അസാം ഹിമാലയം എന്നറിയപ്പെടുന്നത്.
ടീസ്റ്റ നദിക്കും ദിഹാങ് നദിക്കും ഇടയിലുള്ള ഹിമാലയൻ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ആസാം ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ മലയോര സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ഷിംലയാണ്. അത് ഹിമാചൽ പ്രദേശിന്റെ ഭാഗമായിട്ടാണ് കാണപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മലയോര സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ഷിംലയാണ്. ഇത് ഹിമാചൽ പ്രദേശിന്റെ ഭാഗമായാണ് കാണപ്പെടുന്നത്. ഹിമാലയൻ പർവ്വതനിരകൾ എന്തുതരം പാറകളാൽ നിർമ്മിതമാണെന്ന് ചോദിച്ചാൽ അവസാദ ശിലകളാൽ നിർമ്മിതമാണ്, അഥവാ സെഡിമെന്ററി റോക്കിനാൽ നിർമ്മിതമാണ്. തെറ്റിപ്പോലെ ഹിമാലയൻ പർവ്വതനിരകൾ എന്തുതരം പാറകളാൽ നിർമ്മിതമാണെന്ന് ചോദിച്ചാൽ അവസാദ ശിലകൾ അഥവാ സെഡിമെന്ററി റോക്കിനാൽ നിർമ്മിതമാണ്. കാശ്മീരിലെ പ്രസിദ്ധമായ കരേവാസ് എന്തിനു പ്രസിദ്ധമാണ്? ഉത്തരം കുങ്കുമപ്പൂ കൃഷിക്ക്. കാശ്മീരിലെ പ്രസിദ്ധമായ കരേവാസ് എന്തിനു പ്രസിദ്ധമാണ്? കുങ്കുമപ്പൂ കൃഷിക്ക്. വാലി ഓഫ് ഫ്ലവേഴ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരാഖണ്ഡ് ഹിമാലയം. വാലി ഓഫ് ഫ്ലവേഴ്സ് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ് ഹിമാലയം. അമർനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ഹിമാലയൻ പ്രദേശത്താണ്? ജമ്മു കാശ്മീരിന്റെ ഭാഗമായിട്ട്. അമർനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ഹിമാലയൻ പ്രദേശത്തിന്റെ ഭാഗമായാണ്? ജമ്മു കാശ്മീരിന്റെ ഭാഗമായാണ്. വൈഷ്ണവോ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിന്റെ ഭാഗമായാണ്. വൈഷ്ണവോ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിന്റെ ഭാഗമായിട്ടാണ്. ഹിമാലയൻ നിരകളിലെ വനനശീകരണം എന്തിനു കാരണമാകുന്നു? മണ്ണിടിച്ചിലിനും പ്രളയത്തിനും കാരണമാകുന്നു. ഹിമാലയൻ നിരകളിലെ വനനശീകരണം എന്തിനു കാരണമാകുന്നു? മണ്ണിടിച്ചിലിനും പ്രളയത്തിനും കാരണമാകുന്നു. ഹിമാലയ പ്രദേശങ്ങളിൽ കാണുന്ന പ്രധാന പഴങ്ങളാണ് ആപ്പിൾ, പ്ലം, പീച്ച്, ആപ്രിക്കോട്ട്. ഹിമാലയൻ പ്രദേശങ്ങളിൽ കാണുന്ന പ്രധാന പഴ ഇനങ്ങളാണ് ആപ്പിള്, പ്ലം, പീച്ച്, ആപ്രിക്കോട്ട്. ഹിമാലയൻ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന തൊഴിലാണ് കൃഷി, കന്നുകാലി വളർത്തൽ, വിനോദസഞ്ചാരം. ഹിമാലയൻ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന തൊഴിലാണ് കൃഷി, കന്നുകാലി വളർത്തൽ, വിനോദസഞ്ചാരം. പട്കായ് ബൂം കുന്നുകൾ ഏത് സംസ്ഥാനങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്? അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ സംസ്ഥാനങ്ങളിലായിട്ടാണ് പട്കായ് ബൂം കുന്നുകൾ കാണപ്പെടുന്നത്. പട്കായ് ബൂം കുന്നുകൾ കാണപ്പെടുന്നത് ഏത് സംസ്ഥാനങ്ങളിലാണെന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ സംസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടാണ് പട്കായ് ബൂം കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയൻ വടക്കൻ സമതലങ്ങളെയും തെക്കൻ പീഠഭൂമികളെയും വേർതിരിക്കുന്നുണ്ടോ? ഹിമാലയം വടക്കൻ സമതലങ്ങളെയും അവയ്ക്ക് വടക്കുള്ള ടിബറ്റൻ പീഠഭൂമിയെയും വേർതിരിക്കുന്നു. ഹിമാലയം വടക്കൻ സമതലങ്ങളെയും തെക്കൻ പീഠഭൂമികളെയും വേർതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വേർതിരിക്കുന്നുണ്ട്. ഹിമാലയൻ വടക്കൻ സമതലങ്ങളെയും അവയ്ക്ക് വടക്കുള്ള ടിബറ്റൻ പീഠഭൂമിയെയും വേർതിരിക്കുന്നുണ്ട്. ഹിമാലയം ഏതൊക്കെ രാജ്യങ്ങളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന എന്ന് പറഞ്ഞാൽ ചൈനയുടെ ടിബറ്റൻ മേഖല, അതുപോലെ തന്നെ പാകിസ്ഥാൻ. ഹിമാലയം ഏത് രാജ്യങ്ങളിലൊക്കെയാണ് വ്യാപിച്ചു കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈനയുടെ ടിബറ്റൻ മേഖല, അതുപോലെ പാകിസ്ഥാനിലും. ഹിമാലയം ഏത് തരം കാലാവസ്ഥയാണ് നൽകുന്നത്? വടക്ക് തണുത്ത മരുഭൂമി കാലാവസ്ഥയും തെക്ക് മൺസൂൺ സ്വാധീനമുള്ള കാലാവസ്ഥയും. ഹിമാലയം ഏതു തരം കാലാവസ്ഥയാണ് നൽകുന്നതെന്ന് ചോദിച്ചാൽ ഹിമാലയത്തിന് വടക്ക് ഭാഗത്ത് തണുത്ത മരുഭൂമി കാലാവസ്ഥയും ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്ത്, അതായത് ഇന്ത്യ കിടക്കുന്ന പ്രദേശത്ത് മൺസൂൺ സ്വാധീനമുള്ള കാലാവസ്ഥയുമാണ് നൽകുന്നത്. നാഗാ കുന്നുകളിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സാരമതി. ഓർക്കോണെ, നാഗാ കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് സാരമതിയാണ്. ഖാസി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഷില്ലോങ് പീക്ക്. ഖാസി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഷില്ലോങ് പീക്ക്. ഹിമാലയൻ പ്രദേശങ്ങളിൽ കാണുന്ന പ്രധാന നദീ താഴ്വരകളാണ് കാശ്മീർ താഴ്വര, കുളു താഴ്വര, കാംഗ്ര താഴ്വര. ഹിമാലയൻ പ്രദേശങ്ങളിൽ കാണുന്ന പ്രധാന നദീ താഴ്വരകൾ ഏതൊക്കെയാ? കാശ്മീർ താഴ്വര, കുളു താഴ്വര, കാംഗ്ര താഴ്വര. മനോഹരമായ കുളു താഴ്വര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശിൽ. മനോഹരമായ കുളു താഴ്വര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശിൽ. ബദരീനാഥ് ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? അളകനന്ദയുടെ തീരത്ത്. ബദരീനാഥ് ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? അളകനന്ദയുടെ തീരത്താണ്. കേദാർനാഥ് ഏത് നദിയുടെ തീരത്താണ്? മന്ദാകിനിയുടെ. കേദാർനാഥ് ഏത് നദിയുടെ തീരത്താണ്? മന്ദാകിനിയുടെ. ഗംഗോത്രി ഹിമപാതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഗംഗ. ഭഗീരഥി എന്നാണ് ഗംഗ ആദ്യം അറിയപ്പെടുന്ന പേര് കേട്ടോ. അപ്പൊ ഗംഗോത്രി ഹിമപാതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഗംഗ. ഭഗീരഥി എന്ന പേരിലാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. യമുനോത്രി ഹിമപാതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി യമുന. യമുനോത്രി ഹിമപാതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി യമുനയാണ്. ഹിമാലയൻ പർവ്വതനിരകളിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങളാണ് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്. ഹിമാലയൻ പർവ്വതനിരകളിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാ? നന്ദാദേവി ബയോസ്ഫിയർ റിസർവും ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കും. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഹിമാലയവുമായി ബന്ധമുണ്ടോ? ഇല്ല. ഇവ ഇന്ത്യയിലെ വ്യത്യസ്ത പർവ്വതനിരകൾ മാത്രമാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഹിമാലയവുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇവ ഇന്ത്യയിലെ വ്യത്യസ്തമായ രണ്ട് പർവ്വതനിരകളായി സ്ഥിതി ചെയ്യുന്നു.
ഹിമാലയത്തിന്റെ ശരാശരി ഉയരം 6000 മീറ്ററിന് മുകളിലാണ്. ഹിമാലയത്തിന്റെ ശരാശരി ഉയരം 6000 മീറ്ററിന് മുകളിലാണ്. അതേ ഫലകങ്ങളുടെ ചലനം കാരണം ഹിമാലയത്തിന്റെ ഉയരം ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കും കേട്ടോ. ഹിമാലയത്തിന്റെ രൂപീകരണം ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് ചോദിച്ചാൽ അതേ ഫലകങ്ങളുടെ ചലനം കാരണം ഹിമാലയത്തിന്റെ ഉയരം ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാന പ്രതിരോധ മേഖലയായി ഹിമാലയം എന്തുമാത്രം പ്രാധാന്യം അർഹിക്കുന്നു ചോദിച്ചാൽ വടക്കൻ അതിർത്തികൾ സംരക്ഷിക്കാൻ സഹായിക്കുന്നത് ഹിമാലയമാണ്. ഇന്ത്യയുടെ വടക്കൻ അതിർത്തികൾ സംരക്ഷിക്കാൻ സഹായിക്കുന്നത് ആരാ? ഹിമാലയമാണ്. അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാന പ്രതിരോധ മേഖലയായി ഹിമാലയം എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചോദിച്ചാൽ വടക്കൻ അതിർത്തികൾ മുഴുവൻ നമ്മളെ സംരക്ഷിക്കുന്നത് ആരാ? ഹിമാലയമാണ്. ഹിമാലയത്തിലെ തടാകങ്ങൾ എന്ത് തരം തടാകങ്ങൾക്ക് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ ഹിമാനി തടാകങ്ങൾക്ക് ഉദാഹരണമാണ്. ഹിമാലയത്തിലെ തടാകങ്ങൾ ഏതു തരം തടാകങ്ങൾക്ക് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ ഹിമാനി തടാകങ്ങൾക്ക് ഉദാഹരണമാണ്. ഹിമാലയത്തിലെ പ്രധാന ടൂറിസം പ്രവർത്തനങ്ങളാണ് ട്രക്കിംഗ്, പർവ്വതാരോഹണം, സ്കീയിങ്, തീർത്ഥാടനം. ഹിമാലയത്തിലെ പ്രധാന ടൂറിസം പ്രവർത്തനങ്ങൾ ചോദിച്ചാൽ ട്രക്കിംഗ്, പർവ്വതാരോഹണം, സ്കീയിങ്, തീർത്ഥാടനം. ഹിമാലയൻ താഴ്വരകളിൽ കാണുന്ന പരമ്പരാഗത കെട്ടിട നിർമ്മാണ ശൈലി അറിയപ്പെടുന്നത് കല്ലും തടിയും ഉപയോഗിച്ചുള്ള നിർമ്മാണം. ഹിമാലയൻ താഴ്വരകളിൽ കാണുന്ന പരമ്പരാഗത കെട്ടിടങ്ങളുടെ നിർമ്മാണ ശൈലി എങ്ങനെയാ? കല്ലും തടിയും ഉപയോഗിച്ചുള്ള കെട്ടിട നിർമ്മാണം. അനുരാഗ് ശർമ്മ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹിമാലയൻ പ്രദേശങ്ങളിലെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അനുരാഗ് ശർമ്മ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹിമാലയൻ പ്രദേശങ്ങളിലെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹിമാലയൻ പ്രദേശങ്ങളിൽ കാണുന്ന പ്രധാന പുൽമേടുകളാണ് ബുഗ്യാലുകൾ. ഇത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഭാഗമായാണ് കാണപ്പെടുന്നത്. ഭൂട്ടാൻ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഹിമാലയത്തിന്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ ഈ രാജ്യങ്ങളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഹിമാലയൻ നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂട്ടാൻ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഹിമാലയത്തിന്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ ഈ ഭൂട്ടാൻ, നേപ്പാൾ രാജ്യങ്ങളുടെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് ഹിമാലയൻ മലനിരകളിലാണ്. ഹിമാലയൻ നിരകൾക്ക് ശേഷം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് കാണുന്ന പർവ്വതനിരകൾ പൂർവാചൽ കുന്നുകൾ. ഹിമാലയൻ പർവ്വതനിരകൾക്ക് ശേഷം ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായി കാണുന്ന പർവ്വതനിരകളാണ് പൂർവാചൽ കുന്നുകൾ. ഹിമാലയം ഏഷ്യയുടെ ജലസംഭരണി എന്നറിയപ്പെടാൻ കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല ശേഖരങ്ങളിൽ ഒന്നാണ് ഹിമാലയത്തിലെ മഞ്ഞുമലകൾ. അതുകൊണ്ടാണ് കേട്ടോ ഹിമാലയം ഏഷ്യയുടെ ജലസംഭരണി എന്നറിയപ്പെടുവാൻ കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല ശേഖരങ്ങളിൽ ഒന്നാണ് ഹിമാലയത്തിലെ മഞ്ഞുമലകൾ. ഓർക്കുക. ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട് മാത്രം 42 ചോദ്യങ്ങൾ PSC ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട് 42 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ദേശീയ നദിയെന്നും ഇന്ത്യയിലെ പുണ്യനദിയെന്നും അറിയപ്പെടുന്നത് ഗംഗാ നദി. ഇന്ത്യയിലെ ദേശീയ നദിയെന്നും ഇന്ത്യയിലെ പുണ്യനദിയെന്നും അറിയപ്പെടുന്നത് ആരെയാണ്? ഗംഗാ നദിയാണ്. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008 നവംബർ 4 ഇത്രയും നാള് PSC വർഷമായ 2008 മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു എക്സാമിൽ കൃത്യമായ ഫുൾ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിച്ചോളണം. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008 നവംബർ മാസം 4 ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഗംഗാ നദിയാണ്. അതിനോടൊപ്പം തന്നെ ഓർക്കുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി എന്ന് ചോദിച്ചാൽ അത് ഗംഗാ നദിയാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഗംഗാ നദിയാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും കൂടുതൽ പോഷക നദിയുള്ള നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഗംഗാ നദി തന്നെയാണ്. ഗംഗാ നദിയുടെ നീളം 2525 കിലോമീറ്റർ ആണ്. പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഗംഗാ നദിയുടെ നീളം ചോദിച്ചു കഴിഞ്ഞാൽ 25 എന്നങ്ങ് എഴുതി വെച്ചോളണം കേട്ടോ. അപ്പൊ ഗംഗാ നദിയുടെ നീളം എന്ന് പറയുന്നത് 2525 കിലോമീറ്റർ ആണ്. പഠിക്കാൻ എളുപ്പത്തിൽ 25 എന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം രൂപീകരിക്കുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ഗംഗാ നദിയാണ്. ഗംഗാ നദീതടം എന്ന് പറയുന്നത് ഏകദേശം 8.6 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. ഇത് വ്യക്തമായിട്ട് പഠിച്ചോണം. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം രൂപീകരിക്കുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ഗംഗാ നദീതടമാണ്, അല്ലെങ്കിൽ ഗംഗാ നദിയാണ്. ആ ഗംഗാ നദിയുടെ നദീതടത്തിന്റെ വിസ്തൃതി എത്രയെന്ന് ചോദിച്ചാൽ 8.6 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്.
ഗംഗാ നദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 5 ഗംഗാ നദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 5 ഏതൊക്കെ സംസ്ഥാനങ്ങളാത്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാള്. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്നത് ജാർഖണ്ഡ് ആണ്. ശ്രദ്ധിച്ചോളണം, ജാർഖണ്ഡിലൂടെ ഗംഗാ നദി ഒഴുകുന്നുണ്ട്. അപ്പോ ഗംഗാ നദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 5 ഏതൊക്കെയാണ് സംസ്ഥാനങ്ങള്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ആരൊഴുകുന്നത്? നമ്മുടെ ഗംഗാ നദി ഒഴുകുന്നത്. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏകദേശം 1450 കിലോമീറ്റർ ദൂരത്തോളം ഗംഗാ നദി ഉത്തർപ്രദേശിലൂടെ ഒഴുകുന്നുണ്ട്. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലൂടെ മാത്രം ഗംഗാ നദി ഏകദേശം 1450 കിലോമീറ്റർ ഒഴുകുന്നുണ്ട്. ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഹിമാലയത്തിലെ ഗായ്മുഖ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ്. ഓർക്കുക, ഗംഗാ നദി ഉത്ഭവിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഹിമാലയത്തിന്റെ ഭാഗമായുള്ള ഗായ്മുഖ് ഗുഹകളിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നുമാണ്. ഇത് കൃത്യമായിട്ട് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഭാഗമായാണ്. ഗംഗാ നദിയുടെ ഉത്ഭവ സമയ നാമമാണ് ഭഗീരഥി നദി. ഇതൊക്കെ PSC ഒരുപാട് LGS പരീക്ഷകൾക്ക് മാത്രം ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് വ്യക്തമായിട്ട് ഓർക്കണം, ഗംഗാ നദിയുടെ ഉത്ഭവ സമയ നാമം എന്താണ്? ഭഗീരഥി എന്നാണ്. ഭഗീരഥി, അളകനന്ദ നദികൾ സംഗമിച്ച് ഗംഗ എന്ന പേരിൽ ഒഴുകുന്ന പ്രദേശം ദേവപ്രയാഗ്. ഭഗീരഥി, അളകനന്ദ നദികൾ സംഗമിച്ച് ഗംഗ എന്ന പേരിൽ ഒഴുകുന്ന പ്രദേശം ചോദിച്ചാൽ ദേവപ്രയാഗാണ്. അപ്പൊ ഈ ദേവപ്രയാഗ് എവിടെയായിരിക്കും? അത് ഉത്തരാഖണ്ഡിലായിരിക്കും കേട്ടോ. ഓർത്തോളണേ, ഉത്തരാഖണ്ഡിലാണ് എന്ത്? നമ്മുടെ ദേവപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഭഗീരഥി നദി, അളകനന്ദ നദികൾ ഒരുമിച്ച് ഗംഗ എന്ന പേരിൽ ഒഴുകുന്ന പ്രദേശം ചോദിച്ചാൽ അത് ദേവപ്രയാഗാണ്. ദേവപ്രയാഗ് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനം അറിയപ്പെടുന്നത് ത്രിവേണി സംഗമം എന്നാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പ്രയാഗ്രാജിലാണ്. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനം എന്നറിയപ്പെടുന്നത് ത്രിവേണി സംഗമമാണ്. ഈ ത്രിവേണി സംഗമം എവിടെയാണ്? പ്രയാഗ്രാജിലാണ്. അതെവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാണ്. പ്രയാഗ്രാജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാണ്. ഇവിടെ നിന്ന് PSC ചോദിച്ചുള്ള മറ്റു കുറച്ച് ചോദ്യം കൂടി നമ്മൾ നോക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രയാഗ്രാജ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു അലഹബാദ് എന്ന്. ഓർക്കുക, പ്രയാഗ്രാജ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു? അലഹബാദ് എന്നായിരുന്നു. എന്തെന്നായിരുന്നു? അലഹബാദ് എന്നായിരുന്നു. എന്നാണ് അലഹബാദിനെ പ്രയാഗ്രാജ് എന്ന പുതിയ നാമത്തിലേക്ക് മാറ്റിയെന്ന് ചോദിച്ചാൽ 2018 ഒക്ടോബർ മാസം 16-ാം തീയതിയാണ്. ഇത് പഠിച്ചു വെച്ചോളണം. PSC ഇപ്പൊ പല പരീക്ഷകൾക്കും ചോദിക്കുന്നുണ്ട്. നമ്മുടെ അലഹബാദിനെ പ്രയാഗ്രാജ് എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ചോദിച്ചാൽ അത് 2018 ഒക്ടോബർ മാസം 16-ാം തീയതിയാണ്. ഇനി ഈ അലഹബാദ് നഗരം നിർമ്മിച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അക്ബറാണ്. ഓർത്തോളണം, അലഹബാദ് നഗരം നിർമ്മിച്ചതാരാണ്? അക്ബറാണ്. അലഹബാദ് നഗരം നിർമ്മിച്ചതാരാണ്? അക്ബറാണ്. ഇത്രയും പോയിന്റ്സ് ഇവിടെ നിന്ന് ഓർത്തു വെച്ചോളണം. ഗംഗയുടെ പോഷക നദികളായ വരുണ, അസി നദികൾ ഗംഗയോടൊപ്പം ചേരുന്നത് വാരണാസിയിൽ വെച്ച്. ഗംഗയുടെ പോഷക നദികളായിട്ടുള്ള വരുണ, അസി നദികൾ ഗംഗയോടൊപ്പം ചേരുന്നത് എവിടെ വെച്ചാ? വാരണാസിയിൽ വെച്ചാണ്. ഇവിടെ നിന്ന് PSC ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാരണാസി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ സുഹൃത്തുക്കളെ? ഉത്തർപ്രദേശാണ്. ഓർത്തോളണം, വാരണാസി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാണ്. ഗംഗാ നദി ഉത്തര മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ഹരിദ്വാർ ആണ്. ഗംഗാ നദി ഉത്തര മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹരിദ്വാർ ആണ്. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയായ ദേശീയ ജലപാത 1 അഥവാ നാഷണൽ വാട്ടർവേ 1 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗംഗാ നദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയായിട്ടുള്ള ദേശീയ ജലപാത 1 അഥവാ നാഷണൽ വാട്ടർവേ 1 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗംഗാ നദിയിലാണ്. ഇവിടെ നിന്ന് PSC ചോദിച്ച മറ്റു കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഈ നാഷണൽ വാട്ടർവേ എവിടെയൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, അലഹബാദിനെ, ആരെയാണ്? അലഹബാദിനെ
ഹാൽഡിയുമായി ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് ദേശീയ ജലപാത 1 എന്ന് പറയുന്നത്. ഓർക്കുക, അപ്പോ ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത് എവിടെയൊക്കെയാണ്? അലഹബാദിനെ ഹാൽഡിയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ചിലപ്പോ ക്വസ്റ്റ്യനിൽ അലഹബാദ് എന്ന് കാണൂല, പകരം പ്രയാഗ് രാജ് എന്നായിരിക്കും തന്നിരിക്കുന്നത്. എന്നാലും തെറ്റില്ല. കാരണം എന്താ? അലഹബാദിന്റെ ഇപ്പോഴത്തെ പേരല്ലേ പ്രയാഗ് രാജ് എന്ന്. അപ്പോ പ്രയാഗ് രാജ് അല്ലെങ്കിൽ അലഹബാദിനെ ഹാൽഡിയുമായി ബന്ധിപ്പിക്കുന്ന വളരെ വിസ്തൃതമായിട്ടുള്ള ഒരു ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 1 എന്ന് പറയുന്നത്. ഇനി PSC ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ദേശീയ ജലപാത 1ന്റെ നീളം എത്രയാണെന്നുള്ളത്. 1620 കിലോമീറ്റർ ആണ്. ഓർക്കണം, ദേശീയ ജലപാത 1ന്റെ നീളം എത്രയാണ്? 1620 കിലോമീറ്റർ ആണ്. വീണ്ടും പറയുന്നു, ദേശീയ ജലപാത 1ന്റെ നീളം എത്രയാ? 1620 കിലോമീറ്റർ ആണ്. ഇനി ഇവിടെ നിന്ന് PSC ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം, ദേശീയ ജലപാത 1 ഓപ്പൺ ചെയ്ത അല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1986 ഒക്ടോബർ മാസം 17-ാം തീയതിയാണ്. 1986 ഒക്ടോബർ മാസം 17-ാം തീയതിയാണ് നമ്മുടെ ദേശീയ ജലപാത 1 എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടുള്ളത്. ഇത്രയും പോയിന്റ്സ് കൂടെ ഓർത്തു വെച്ചേക്കുക. ഗംഗാ നദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പാലമല്ല, അതൊരു തടയണയാണ്. അതിന്റെ പേരാണ് ഫറാക്ക ബാരേജ്. ഗംഗാ നദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ അറിയപ്പെടുന്ന പേരെന്താണ്? ഫറാക്ക ബാരേജ് എന്നാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫറാക്ക ബാരേജ് എന്തിനാണ് നിർമ്മിച്ചിരിക്കുന്നത് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്കറിയാം, ഗംഗാ നദി എന്ന് പറയുന്നത് ഒരുപാട് അവസാദങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചെളി കൊണ്ടുവരുന്ന നദിയാണ്. ഈ ചെളി നേരെ വന്നിട്ട് വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്ത തുറമുഖത്ത് ചെന്ന് അടിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ബാരേജ് ആണ് ഫറാക്ക ബാരേജ് എന്ന് പറയുന്നത്. ഇവനെ അങ്ങ് തുറന്നു വിട്ടുകൊടുത്തിട്ട് ഹൂഗ്ലി നദിയിലൂടെ എന്ത് ചെയ്യും? ഈ ചെളി നമ്മൾ മറ്റു പ്രദേശങ്ങളിലേക്ക് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോ ഫറാക്ക ബാരേജ് നിർമ്മിച്ചിരിക്കുന്ന നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗംഗാ നദിക്ക് കുറുകെയാണെന്ന് ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ പാലമായ മഹാത്മാഗാന്ധി സേതു പാലം സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിക്ക് കുറുകെ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ പാലമായ മഹാത്മാഗാന്ധി സേതു പാലം സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിക്ക് കുറുകെയാണ്. ഈ മഹാത്മാഗാന്ധി സേതു പാലത്തിന്റെ നീളം PSC ചോദിച്ചിട്ടുണ്ട്. 5.6 കിലോമീറ്റർ ആണ് കേട്ടോ. മഹാത്മാഗാന്ധി സേതു പാലത്തിന്റെ നീളം എത്രയായിരുന്നു? 5.6 കിലോമീറ്റർ ആയിരുന്നു. ഇനി ഇവിടെ നിന്നും ലാസ്റ്റ് ആയിട്ട് PSC മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമില്ല, നമ്മുടെ ഈ മഹാത്മാഗാന്ധി സേതു പാലം നിർമ്മിച്ച വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡിഗ്രി ലെവൽ ആയിരുന്നു. അത് 1982 കേട്ടോ. ഓർത്തോളണം, മഹാത്മാഗാന്ധി സേതു പാലം നിർമ്മിച്ച വർഷം 1982. ഇത് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആയിരുന്നു ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധി ആയിരുന്നു കേട്ടോ. ഓർത്തോളണം, മഹാത്മാഗാന്ധി സേതു പാലം നിർമ്മിച്ച വർഷം 1982. ഇത് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആയിരുന്നു ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇത്രയും പോയിന്റ്സ് കൂടെ ഓർക്കണം. ഗംഗാ നദിയുടെ പ്രധാന കൈവഴി എന്നറിയപ്പെടുന്നത് ഹൂഗ്ലി നദി. ഗംഗാ നദിയുടെ പ്രധാനപ്പെട്ട കൈവഴി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹൂഗ്ലി നദിയാണ്. കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഹൂഗ്ലി നദീതീരം. കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ഹൂഗ്ലി നദീതീരമാണ്. പ്രശസ്തമായ ഹൗറ പാലം സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിക്ക് കുറുകെയാണ്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം, ഗംഗാ നദിക്ക് കുറുകെയാണ്. പ്രശസ്തമായ ഹൗറ പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൂഗ്ലി നദിക്ക് കുറുകെയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഗംഗാ നദിക്ക് കുറുകെയാണ്. ഈ ഹൗറ പാലം എവിടെയാ സ്ഥിതി ചെയ്യുന്ന സുഹൃത്തുക്കളെ? വെസ്റ്റ് ബംഗാളിലാണ്. ഓർത്തോളണം, വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഹൗറ പാലം സ്ഥിതി ചെയ്യുന്നത് എന്നൂടെ ഓർക്കുക. ഈ ഹൗറ പാലം നിർമ്മിച്ച വർഷം ചോദിച്ചാൽ 1943 കേട്ടോ. ഹൗറ പാലം നിർമ്മിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1943. അതുപോലെ തന്നെ ഈ ഹൗറ പാലത്തിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, അതാണ് രവീന്ദ്രനാഥ സേതു. ഓർത്തോളണം, രവീന്ദ്രനാഥ സേതു എന്നറിയപ്പെടുന്ന പാലം ഏന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൗറ പാലമാണ്. ഇത് PSC ചോദിച്ചതാണ്. നമ്മുടെ പ്രശസ്തനായ കവിയായിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോറിന്റെ ഓർമ്മയാർത്ഥം രവീന്ദ്രനാഥ സേതു പാലം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹൗറ പാലമാണ്. ഇങ്ങനെ ഹൗറ പാലത്തെ രവീന്ദ്രനാഥ സേതു പാലം എന്ന് വിളിച്ച വർഷം അല്ലെങ്കിൽ പുനഃനാമകരണം ചെയ്ത വർഷം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1965 ജൂൺ മാസം 14-ാം തീയതിയാണെന്ന് ഓർത്തു വെച്ചോളണം. ഡിഗ്രി ലെവലൊക്കെ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടും. അപ്പോ ഹൗറ പാലത്തിന് ഇപ്പൊ അറിയപ്പെടുന്ന പേര് രവീന്ദ്രനാഥ സേതു പാലം എന്നാണ്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചു
ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശസ്തനായിട്ടുള്ള കവിയായിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോറിന്റെ ഓർമ്മയാർത്ഥമാണ് ആ പേര് നൽകിയത്. ഇങ്ങനെ ഹൗറ പാലത്തെ രവീന്ദ്രനാഥ സേതു പാലം എന്ന് വിളിച്ചു തുടങ്ങിയ വർഷം എന്നാണ്, അല്ലെങ്കിൽ പുനഃനാമകരണം ചെയ്തു തുടങ്ങിയ വർഷം എന്നാണ് 1965 ജൂൺ മാസം 14 തീയതിയാണ്. ഇത്രയും കൂടെ സുഹൃത്തുക്കളൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി ഇവിടെ നിന്ന് അവസാനമായി PSC ചോദിച്ച ഒരു പോയിന്റ് കൂടെ പറയാം. ഹൗറ പാലം ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഏതെന്ന് ഒരിക്കൽ PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെ നഗരങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഹൗറ നഗരത്തെയും അതുപോലെ തന്നെ കൊൽക്കത്തയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഹൗറ പാലം എന്ന് പറയുന്നത്. ഇത് ഇടയ്ക്ക് ഒരു ദിവസം PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ ഹൗറ പാലം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ നഗരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഹൗറ നഗരത്തെ കൊൽക്കത്തയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് ഹൗറ പാലം എന്ന് അറിയപ്പെടുന്നത്. വിദ്യാസാഗർ സേതു, വിവേകാനന്ദ സേതു, നിവേദിത സേതു എന്നീ പാലങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി ഹൂഗ്ലി നദി. വിദ്യാസാഗർ സേതു, വിവേകാനന്ദ സേതു, നിവേദിത സേതു എന്നീ പാലങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ഹൂഗ്ലി നദിയാണ്. ഇതിനകത്ത് വിദ്യാസാഗർ സേതു, വിവേകാനന്ദ സേതു പാലങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി എന്ന് LDC ലെവൽ PSC ചോദിച്ചിട്ടുണ്ട്. ഉത്തരം എന്താണ്? ഹൂഗ്ലി നദിയാണ്. അതിനോടൊപ്പം പഠിക്കേണ്ടതാണ് ഏറ്റവും അവസാനമായി നിർമ്മിച്ചിരിക്കുന്ന നിവേദിത സേതു പാലം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? അതും ഹൂഗ്ലി നദിയിലാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാ നദിയിലാണെന്ന് നമുക്ക് പറയാം. ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശും. LGS ലെവൽ ക്വസ്റ്റ്യൻ ആണ്, ഉറപ്പായിട്ടും വരും. ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങൾ ചോദിച്ചാൽ ഇന്ത്യയും അതുപോലെ ബംഗ്ലാദേശും. ഗംഗാ നദി ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നത് ഫറാക്കയിൽ വെച്ചാണ്. ഗംഗാ നദി ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നത് ഫറാക്കയിൽ വെച്ചാണ്. ഫറാക്ക എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. ഗംഗാ നദി ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നത് ഫറാക്കയിൽ വെച്ചാണ്. ഫറാക്ക എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. ഗംഗാ നദി ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നത് ഫറാക്കയിൽ വെച്ചാണ്. ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്ന പേര് പദ്മാ നദി. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യനൊക്കെ കിടക്കുവാണ്. ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്ന പേരെന്താണ്? പദ്മാ നദി എന്നാണ്. ബംഗ്ലാദേശിൽ പ്രവേശിക്കുന്ന ഗംഗ, ബ്രഹ്മപുത്ര നദികൾ കൂടിച്ചേർന്ന് ഒറ്റ നദിയായി ഒഴുകുന്നു. ഈ നദി അറിയപ്പെടുന്ന പേരാണ് മേഘ്ന നദി. ബംഗ്ലാദേശിൽ പ്രവേശിക്കുന്ന ഗംഗ, ബ്രഹ്മപുത്ര നദികൾ കൂടിച്ചേർന്ന് ഒറ്റ നദിയായി ഒഴുകുവാൻ തുടങ്ങുന്നു. ഈ നദി അറിയപ്പെടുന്ന പേരാണ് മേഘ്ന നദി എന്ന്. ബംഗ്ലാദേശിന്റെ ജീവരേഖയെന്നും ജീവനാഡിയെന്നും അറിയപ്പെടുന്ന നദി മേഘ്ന നദി. ബംഗ്ലാദേശിന്റെ ജീവരേഖയെന്നും ജീവനാഡിയെന്നും അറിയപ്പെടുന്ന നദി ഏതാണ്? അത് മേഘ്ന നദിയാണ്. ഓർക്കുക. ഗംഗാ നദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. ഗംഗാ നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന നദികൾ കൂടിച്ചേർന്ന് രൂപീകരിക്കുന്ന ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന നദികൾ കൂടിച്ചേർന്ന് രൂപീകരിക്കുന്ന ഡെൽറ്റയുടെ പേരെന്താണ്? സുന്ദർബൻസ് ഡെൽറ്റ എന്നാണ്. ഗംഗ, സിന്ധു നദികളെ വേർതിരിക്കുന്ന ജല അതിർത്തിയായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് അമ്പല. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹരിയാനയാണ്. ഒരിക്കലും ഡിഗ്രി ലെവൽ ചോദിച്ചു കണ്ടിരുന്നു, അതുകൊണ്ട് ആഡ് ചെയ്തതാണ്. ഗംഗ, സിന്ധു നദികളെ വേർതിരിക്കുന്ന ജല അതിർത്തി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹരിയാനയിലെ അമ്പലയാണ്. ഹരിയാനയിലെ അംബാല അല്ലെങ്കിൽ അമ്പലയാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്നറിയപ്പെടുന്നത് ഗംഗാ ഡോൾഫിൻ ആണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഗംഗാ ഡോൾഫിൻ ആണ്. ഈ ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം 2009 ഒക്ടോബർ മാസം 5 തീയതിയാണ്. ഫുൾ ഡേറ്റ് പഠിച്ചോളണേ ഇനി മുതല്. ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് 2009 ഒക്ടോബർ മാസം 5 തീയതിയാണ്. ഇതിനോടൊപ്പം ഓർത്തു വെക്കേണ്ട കറണ്ട് അഫയേഴ്സ് മേഖലയിൽ ഒരു ചോദ്യം കൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. നമ്മുടെ നാഷണൽ ഡോൾഫിൻ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് ഒക്ടോബർ 5 ആണ്. നാഷണൽ ഡോൾഫിൻ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 5 ആണ്. ഇത് 2022 മുതലാണ് നമ്മൾ ആചരിച്ചു തുടങ്ങിയത്. ശ്രദ്ധിച്ചോളണം. ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്നറിയപ്പെടുന്നത് ഗംഗാ ഡോൾഫിൻ ആണ്. ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം 2009 ഒക്ടോബർ 5 ആണ്. ഈ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? നമ്മുടെ നാഷണൽ ഡോൾഫിൻ ഡേ ആയി നമ്മൾ ആചരിക്കുന്നത് ഒക്ടോബർ 5 ആണ്. ഇത് എന്ന് മുതലാണ് നമ്മൾ ആചരിച്ചു തുടങ്ങിയത്? 2022 മുതലാണ്. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ PSC എടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിനോടൊപ്പം ഓർക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്,
പ്രോജക്റ്റ് ഡോൾഫിൻ എന്ന് പറയുന്നത് ആരംഭിച്ചത് എന്നാണെന്നുള്ളത്. പ്രോജക്റ്റ് ഡോൾഫിൻ എന്നുള്ളത് ആരംഭിച്ചത് 2020 ഓഗസ്റ്റ് 15-നാണ് കേട്ടോ, ഓർത്തോളണം. പ്രോജക്റ്റ് ഡോൾഫിൻ എന്ന് പറയുന്നത് ആരംഭിച്ചത് എന്നാണ് 2020 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ്. പ്രോജക്റ്റ് ഡോൾഫിൻ ആരംഭിച്ച വർഷം എത്രയാ? 2020 ഓഗസ്റ്റ് 15-നാണ്. അതുപോലെ വളരെ രസകരമായ ഒരു പോയിന്റ് കൂടി പറഞ്ഞു തരാം. ഗംഗാ ഡോൾഫിൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സൂസു എന്ന് കേട്ടോ. ഗംഗാ ഡോൾഫിൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? സൂസു എന്നാണ്. അപ്പോ സൂസു എന്നറിയപ്പെടുന്ന ജലജീവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗംഗാ ഡോൾഫിൻ ആണ്. അതുകൂടെ ഒന്ന് ഓർക്കുക. ഹരിദ്വാർ, കാൺപൂർ, പാറ്റ്ന, ഹാജിപൂർ എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയുടെ തീരത്താണ്. ഹരിദ്വാർ, കാൺപൂർ, പാറ്റ്ന, ഹാജിപൂർ എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയുടെ തീരത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനമാണ് കുംഭമേള. ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനം എന്നറിയപ്പെടുന്നത് ഏതാണ്? കുംഭമേളയാണ്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഹൈന്ദവ തീർത്ഥാടന സംഗമം കുംഭമേളയാണ്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഹൈന്ദവ തീർത്ഥാടന സംഗമം എന്നറിയപ്പെടുന്നത് കുംഭമേളയാണ്. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള അരങ്ങേറുന്നത് ഗംഗാ നദിയുടെ തീരത്താണ്. ഉറപ്പായിട്ടും ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള നടക്കുന്നത് അല്ലെങ്കിൽ അരങ്ങേറുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഗംഗാ നദിയുടെ തീരത്താണ്. അർദ്ധകുംഭമേള നടക്കുന്ന പ്രധാന പ്രദേശങ്ങൾ ഹരിദ്വാറിലും പ്രയാഗ്രാജിലുമാണ്. അർദ്ധകുംഭമേള നടക്കുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹരിദ്വാറിലും അതുപോലെ തന്നെ പ്രയാഗ്രാജിലുമാണ്. ഏറ്റവും ഒടുവിലായി മഹാകുംഭമേള നടന്നത് 2025. ഏറ്റവും ഒടുവിലായിട്ട് മഹാകുംഭമേള നടന്നത് എന്നാണ് 2025. അതുപോലെ തന്നെ ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഓർത്തോളനെ, നമ്മുടെ യുനെസ്കോ കുംഭമേളയ്ക്ക് പൈതൃക പദവി നൽകിയതെന്നാണ് 2017. ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് 2017. അതുപോലെ തന്നെ ഓർക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കും, പ്രത്യേകിച്ച് LDC മുതൽ അങ്ങോട്ടുള്ള ഏതൊരു പരീക്ഷയ്ക്കും പ്രതീക്ഷിച്ചോളണം. ഈ ഏറ്റവും ഒടുവിലായിട്ട് നടന്ന മഹാകുംഭമേള നടന്ന കൃത്യമായ തീയതികൾ ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളണം. 2025 ജനുവരി മാസം 13-ാം തീയതി ആരംഭിച്ച് ഫെബ്രുവരി മാസം 26 വരെ ആയിരുന്നു എന്ത്? നമ്മുടെ മഹാകുംഭമേള നടന്നത്. ശ്രദ്ധിച്ചോളണം. 2025 നടന്ന മഹാകുംഭമേള ആരംഭിച്ചത് ജനുവരി 13-നും അവസാനിച്ചത് എന്നാ? ഫെബ്രുവരി 26-നുമാണ്. ഇനി PSC ചോദിക്കുന്ന മറ്റൊരു മേഖലയാണ് കുംഭമേള അരങ്ങേറുന്ന പ്രധാന സ്ഥലങ്ങൾ. കുംഭമേള അരങ്ങേറുന്ന പ്രധാന സ്ഥലങ്ങൾ. പ്രയാഗ്രാജ് എവിടെയാണ്? ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാണ്, ഗംഗാ നദിയുടെ തീരത്താണ്. പ്രയാഗ്രാജ് ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ഇത് എവിടെയാണ്? ഗംഗാ നദിയുടെ തീരത്താണ്. ഹരിദ്വാർ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ്. പലരും ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ തെറ്റിക്കരുത്. ഹരിദ്വാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ്. ഇതും ഗംഗാ നദിയുടെ തീരത്താണ്. അപ്പൊ ഹരിദ്വാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താ? ഗംഗാ നദിയുടെ തീരത്താണ്. ഇതുപോലെ തന്നെ കുംഭമേള നടക്കുന്നതാണ് ഉജ്ജയിനിയില്. എവിടെയാണ്? ഉജ്ജയിനിയില്. പക്ഷെ ഉജ്ജയിനി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശിലാണ്. വീണ്ടും പലരും തെറ്റിക്കുന്ന പോയിന്റ് ആണ് പറയുന്നത്. ഉജ്ജയിനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് സംസ്ഥാനത്തിലാണ്. മധ്യപ്രദേശിലെ ക്ഷിപ്ര നദിയുടെ തീരത്താണ് കുംഭമേള അരങ്ങേറുന്നത്. അപ്പോ മധ്യപ്രദേശ് സംസ്ഥാനത്തിലെ ഉജ്ജയിനിയിലെ ക്ഷിപ്ര നദിയുടെ തീരത്താണ് കുംഭമേള നടക്കുന്നത്. ശ്രദ്ധിക്കുക. ഇനി അടുത്ത കുംഭമേള നടക്കുന്നത് എവിടെയാണ്? നാസിക്കിലാണ്. എവിടെയാണ്? നാസിക്കിലാണ്. നാസിക് എന്ന് പറയുന്നത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്ര സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓർക്കണം, നാസിക് എന്ന് പറയുന്നത് മഹാരാഷ്ട്ര സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ നാസിക്കിൽ ഗോദാവരി നദിയുടെ തീരത്താണ് എന്ത് അരങ്ങേറുന്നത്? കുംഭമേള അരങ്ങേറുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോളാം, ഗംഗാ നദിയുടെ തീരത്ത് മാത്രമല്ല ഇന്ത്യയിൽ കുംഭമേള അരങ്ങേറുന്നത് കേട്ടോ. നാസിക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസിക് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്ര സംസ്ഥാനത്തിലാണ്. അവിടെ ഗോദാവരി നദിയുടെ തീരത്തും കുംഭമേള അരങ്ങേറുന്നുണ്ട്. ഇനി ഇത് പഠിക്കാൻ എളുപ്പത്തിൽ ചെറിയൊരു കോഡ് പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയാവുന്ന കോഡ് തന്നെയാണ്, ഓൾറെഡി നമ്മുടെ ചാനൽ പറഞ്ഞിട്ടുള്ള കോഡ് തന്നെയാണ്, വേറൊന്നുമല്ല. ഹനുമാന്റെ കുംഭമേള എന്നങ്ങ് പഠിക്കുക. ഹനുമാന്റെ കുംഭമേള എന്നങ്ങ് പഠിക്കുക. ഇതിൽ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിദ്വാർ, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക അലഹബാദ് ആണ്. ഏതാണ്? അലഹബാദ് ആണ്. അലഹബാദിന്റെ പുതിയ പേരാണ് എന്ത്? പ്രയാഗ്രാജ്. ഓക്കെ ആണ്. അപ്പോ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിദ്വാർ, A എന്ന് പറഞ്ഞാൽ അലഹബാദ് അഥവാ പ്രയാഗ്രാജ്, N എന്ന് പറഞ്ഞു
പറഞ്ഞു കഴിഞ്ഞാൽ നാസിക്, യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉജ്ജയിനി. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലാണ് ഇന്ത്യയില് കുംഭമേള അരങ്ങേറുന്നത്. അപ്പോ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം, 2025 നടന്ന മഹാകുംഭമേള എവിടെയാ നടന്നത്? അത് നമ്മുടെ ഗംഗാ നദിയുടെ തീരത്ത് വെച്ചാണ്, ഓർക്കണം. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരി നദിയാണ്. തെലുങ്ക് ഗംഗ എന്നും പാതാള ഗംഗ എന്നും അർദ്ധഗംഗ എന്നും അറിയപ്പെടുന്ന നദി കൃഷ്ണ നദിയാണ്. തെലുങ്ക് ഗംഗ എന്നും പാതാള ഗംഗ എന്നും അർദ്ധഗംഗ എന്നും അറിയപ്പെടുന്ന നദി ഏതാണ്? കൃഷ്ണ നദിയാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി നദിയാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരി നദിയാണ്. ഇത്രയും LGS ഉള്ള സുഹൃത്തുക്കള് ദയവ് ചെയ്ത് പഠിച്ചോളണം. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി LGSൽ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരിയാണ്. തെലുങ്ക് ഗംഗ എന്നും പാതാള ഗംഗ എന്നും അർദ്ധഗംഗ എന്നും അറിയപ്പെടുന്ന നദി ഏതാണ്? കൃഷ്ണ നദിയാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരിയാണ്. ഗംഗാ നദിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഗംഗ ആക്ഷൻ പ്ലാൻ. ഗംഗാ നദിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പദ്ധതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗംഗ ആക്ഷൻ പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം 1986 ജനുവരി മാസം 14-ാം തീയതി. ഏത് പ്രധാനമന്ത്രിയാണ് നടപ്പിലാക്കിയത്? രാജീവ് ഗാന്ധിയാണ്, ഓർക്കണം. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം 1986 ജനുവരി മാസം 14-ാം തീയതിയാണ്. രാജീവ് ഗാന്ധിയാണ്, അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ആയിരുന്നു ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയത്. ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ പദ്ധതി. ഇപ്പൊ അങ്ങോട്ട് PSC ചോദിച്ചതേ ഉള്ളൂ. ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ പദ്ധതി. നമാമി ഗംഗ പദ്ധതി നടപ്പിലാക്കിയ വർഷം എന്ന് ഓർത്തു വെച്ചോളണം, 2014 ശ്രദ്ധിച്ചോളണേ. നമാമി ഗംഗ പദ്ധതി ആരംഭിച്ച വർഷം അല്ലെങ്കിൽ രൂപീകരിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അത് 2014. ആരാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ് ആരംഭിച്ചത്. അപ്പോൾ നമാമി ഗംഗ പദ്ധതി കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ്. വർഷം 2014. ഇനി നമുക്ക് നോക്കുവാനുള്ളതാണ് ഗംഗാ നദിയും ഗംഗയുടെ പോഷക നദികളും. ഇമ്പോർട്ടന്റ് ആണ്. ഗംഗാ നദി എങ്ങനെ ഇമ്പോർട്ടന്റ് ആണോ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഗംഗയുടെ മുഴുവൻ പോഷക നദികളും. 1, 2, 3 ചോദ്യങ്ങൾ വെച്ച് ഇങ്ങനെ PSC ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഗംഗാ നദിയും അവന്റെ പോഷക നദികളും. ഗംഗാ നദിയുടെ വലത് തീരത്തുള്ള പോഷക നദികളാണ് സോൺ, യമുന, ദാമോദർ. ഗംഗാ നദിയുടെ വലത് തീരത്തുള്ള പോഷക നദികൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? സോൺ, യമുന, ദാമോദർ നദികളാണ്. ഗംഗാ നദിയുടെ ഇടത് തീരത്തുള്ള പോഷക നദികളാണ് രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഗണ്ഡക്, കോസി, മഹാനന്ദ. ഗംഗാ നദിയുടെ ഇടത് തീരത്തുള്ള പ്രധാനപ്പെട്ട പോഷക നദികൾ ആരൊക്കെയാ? രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഗണ്ഡക്, കോസി, മഹാനന്ദ എന്നിവയാണ്. ഇവിടെ നിന്ന് PSC ചോദിച്ചത് യമുന നദി ഗംഗാ നദിയുടെ ഏത് തീരത്തുള്ള പോഷക നദിയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉത്തരം എന്താണ്? വലത് തീരത്തുള്ള പോഷക നദിയാണ്. അത് സ്റ്റേറ്റ്മെന്റ് ലെവലായിരുന്നു PSC ചോദിച്ചത്. PSC ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, ഗംഗാ നദിയുടെ വലത് തീരത്തുള്ള പോഷക നദിയാണ് യമുന. എന്നിട്ട് ശരിയോ തെറ്റോ എന്ന് പറഞ്ഞ് നമ്മളത് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ലെവലൊക്കെ ഈ ഭാഗത്ത് നിന്ന് വരും കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കാത്ത ഗംഗയുടെ പോഷക നദികളാണ് ചമ്പൽ, സോണ്, കെന്ന്. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കാത്ത ഗംഗയുടെ പോഷക നദികൾ ആരൊക്കെയാണ്? ചമ്പൽ, സോണ്, കെന്ന് എന്നിവയാണ്. ഓർക്കുക. ഇനി നമ്മൾ പഠിക്കുവാൻ പോവുകയാണ് യമുന നദിയെ പറ്റി. കേരള PSC ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയി ചോദിച്ചുള്ള 8 ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. യമുന നദി ഗംഗാ നദി എങ്ങനെയാണോ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഗംഗയുടെ ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചുള്ള പോഷക നദി എന്ന് ചോദിച്ചാൽ അത് യമുന നദിയെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് നോക്കാം ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി എന്നറിയപ്പെടുന്നത് യമുന നദി. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി എന്നറിയപ്പെടുന്നതും ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി എന്നറിയപ്പെടുന്നതും യമുന നദിയാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി എന്നറിയപ്പെടുന്നതും യമുനയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി എന്നറിയപ്പെടുന്നതും യമുന നദിയാണ്. യമുന നദിയുടെ നീളം 1370
കിലോമീറ്റർ. യമുന നദിയുടെ നീളം എത്രയാണ്? 1376 കിലോമീറ്റർ ആണ്. യമുന നദിയുടെ ഉത്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നുമാണ്. യമുന നദിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നുമാണ്. കടലിൽ പതിക്കാത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് യമുന നദിയാണ്. LDC ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഓർക്കണം. കടലിൽ പതിക്കാത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് യമുന നദിയാണ്. യമുന നദിയുടെ പോഷക നദികളാണ് ചമ്പൽ, ബേത്വ, കെൻ, ടോൺസ്, ഹിൻഡോണ്. ഓർക്കണം, യമുന നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ചമ്പൽ, ബേത്വ, കെൻ, ടോൺസ്, ഹിൻഡോൺ എന്നിവയാണ്. യമുന നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ടോൺസ് നദി. LDC ലെവൽ ചോദിച്ചതാണ്. യമുന നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി എന്നറിയപ്പെടുന്നത് ആരാണ്? ടോൺസ് നദിയാണ്. ആഗ്ര, ഡൽഹി, മധുര പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന നദീതീരം. ആഗ്ര, ഡൽഹി, മധുര പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന നദീതീരം. ലോക പ്രശസ്തമായ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്ത്. LGSന്റെ സ്ഥിരം ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ലോക പ്രശസ്തമായ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താ? യമുന നദിയുടെ തീരത്താണ്. ഇനി നമുക്ക് പഠിക്കുവാനുള്ളതാണ് സരസ്വതി നദി. ഏതാണ് സരസ്വതി നദി? മുൻപുണ്ടായിരുന്നതും ഇപ്പോൾ അപ്രത്യക്ഷമായതുമായി കരുതപ്പെടുന്ന നദി എന്ന് ചോദിച്ചാൽ അത് സരസ്വതി നദിയാണ്. മുൻപ് ഉണ്ടായിരുന്നതും ഇപ്പോൾ അപ്രത്യക്ഷമായി എന്ന് കരുതപ്പെടുന്നതുമായ നദി ഏതാണ്? അത് സരസ്വതി നദിയാണ്. വേദകാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നദിയായി കരുതപ്പെട്ടിരുന്നത് സരസ്വതി നദിയെയാണ്. വേദകാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നദിയായി കരുതപ്പെട്ടിരുന്നത് സരസ്വതി നദിയെയാണ്. സരസ്വതി നദിയുടെ പുനർജീവനവുമായി ബന്ധപ്പെട്ട് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഹരിയാന, ഹിമാചൽ പ്രദേശ്. ഇപ്പൊ അങ്ങോട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റൻ ആണ്. സരസ്വതി നദിയുടെ പുനർജീവനവുമായി ബന്ധപ്പെട്ട് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? ഹരിയാനയും ഹിമാചൽ പ്രദേശുമാണ്. പ്രാചീന കാലത്ത് ഖഗർ എന്നറിയപ്പെട്ടിരുന്ന നദി സരസ്വതി നദിയാണ്. പ്രാചീന കാലത്ത് ഖഗർ എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? സരസ്വതി നദിയാണ്. സരസ്വതി നദിയുടെ പുനർജീവനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അണക്കെട്ട് ആദി ബദ്രി അണക്കെട്ട്. ഓർക്കണം, സരസ്വതി നദിയുടെ പുനർജീവനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അണക്കെട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദി ബദ്രി അണക്കെട്ടാണ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് ചമ്പൽ നദി. ചമ്പൽ നദിയുമായിട്ട് ബന്ധപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചുകൊണ്ട് ശ്രദ്ധിക്കുക. ചമ്പൽ നദി മധ്യപ്രദേശിലെ മാൾവ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ചമ്പൽ നദി. മധ്യപ്രദേശിലെ മാൾവ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ചമ്പൽ നദി. ഗാന്ധിസാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ചമ്പൽ നദിക്ക് കുറുകെയാണ്. ഗാന്ധിസാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ചമ്പൽ നദിക്ക് കുറുകെയാണ്. ഈ ഗാന്ധിസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് PSC ചോദിച്ചിട്ടുണ്ട്, ഓർക്കുക. മധ്യപ്രദേശിലാണ്, തെറ്റിക്കരുത്. ഗാന്ധിസാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ചമ്പൽ നദിക്ക് കുറുകെയാണ്. ഇത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഈ ഗാന്ധിസാഗർ ഡാം മധ്യപ്രദേശ് സംസ്ഥാനത്തിലാണ്. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. രാജസ്ഥാനിലെ കോട്ട നഗരം സ്ഥിതി ചെയ്യുന്നത് ചമ്പൽ നദിയുടെ തീരത്താണ്. രാജസ്ഥാനിലെ കോട്ട നഗരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചമ്പൽ നദിയുടെ തീരത്താണ്. അടുത്തതാണ് ഗണ്ഡക് നദി. എന്താണ് ഗണ്ഡക് നദി? ഈ ഗണ്ഡക് നദിയൊക്കെ ഡിഗ്രി ലെവലാണ് ചോദിച്ചിട്ടുള്ളത്, എന്നാലും നമുക്ക് LGS LDC പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കണം. ഗണ്ഡക് നദി നേപ്പാളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഗണ്ഡക് നദി. നേപ്പാളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഗണ്ഡക് നദി. നേപ്പാളിന്റെ മധ്യഭാഗത്ത് കൂടി ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ഗണ്ഡക് നദിയാണ്. നേപ്പാളിന്റെ മധ്യഭാഗത്ത് കൂടി ഒഴുകുന്ന നദി ഏതാണ്? ഗണ്ഡക് നദിയാണ്. ഗണ്ഡക് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ചമ്പാരനിലൂടെയാണ്. നമ്മുടെ ചമ്പാരൻ സത്യാഗ്രഹം ഓർമ്മയില്ലേ? ആ ഗണ്ഡക് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വഴിയാണ്? ചമ്പാരനിലൂടെയാണ്. ചമ്പാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാർ സംസ്ഥാനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ചമ്പാരൻ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ബീഹാർ സംസ്ഥാനത്തിലാണ്. അടുത്ത നദിയാണ് മഹാനന്ദ. ഏതാണ്? മഹാനന്ദ. ഡാർജിലിംഗ് കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി മഹാനന്ദ. ഡാർജിലിംഗ് കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? മഹാനന്ദയാണ്. ഗംഗാ നദിയുടെ ഇടതുകരയിലെ ഏറ്റവും ഒടുവിലത്തെ പോഷക നദി എന്നറിയപ്പെടുന്നത് മഹാനന്ദയാണ്. ഡിഗ്രി ലെവൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഗംഗാ നദിയുടെ ഇടതുകരയിലെ ഏറ്റവും ഒടുവിലത്തെ പോഷക നദി എന്നറിയപ്പെടുന്നത് മഹാനന്ദയാണ്. പശ്ചിമ ബംഗാളിൽ വെച്ച് ഗംഗാ നദിയുമായി ചേരുന്ന പോഷക നദി മഹാനന്ദയാണ്. പശ്ചിമ ബംഗാളിൽ വെച്ച് ഗംഗാ നദിയുമായി ചേരുന്ന പോഷക നദി ഏതാണത്? മഹാനന്ദയാണ്. അടുത്തതാണ് സരയൂ നദി.
നേപ്പാളിന്റെ ഭാഗമായ മിലം ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി സരയൂ നദി. നേപ്പാളിന്റെ ഭാഗമായുള്ള മിലം ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് സരയൂ നദി. ശാരദാ നദി എന്നും കാളി നദി എന്നും അറിയപ്പെടുന്ന നദി സരയൂ നദി. കാളി നദി PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ് കേട്ടോ. ശാരദാ നദി എന്നും കാളി നദി എന്നും അറിയപ്പെടുന്ന നദി ഏതാണ്? സരയൂ നദിയാണ്. അയോധ്യ പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം സരയൂ നദീതീരം. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അയോധ്യ പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? സരയൂ നദീതീരമാണ്. അടുത്തതാണ് കോസി നദി. ഏതാണ്? കോസി നദി. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി നദി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കോസി നദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും അപകടകാരിയായ നദി എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. LGS ലെവൽ ഒരുപാട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഓർക്കണം. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി എന്ന് ചോദിച്ചാൽ അത് കോസി നദിയാണ്. എന്നാൽ സുഹൃത്തുക്കൾക്ക് ഇവിടെ നിന്നൊരു ചോദ്യം ചോദിക്കാം. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാണ്? അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാണ്? ഋഗ്വേദത്തിൽ കൗശിക എന്നും മഹാഭാരതത്തിൽ കൗസുകി എന്നും അറിയപ്പെട്ടിരുന്ന നദി കോസി നദിയാണ്. ഋഗ്വേദത്തിൽ കൗശിക എന്നും മഹാഭാരതത്തിൽ കൗസുകി എന്നും അറിയപ്പെട്ടിരുന്ന നദി കോസി നദിയാണ്. അരുൺ എന്ന പേരിൽ പോഷക നദിയുള്ള നദി എന്ന് ചോദിച്ചാൽ അത് കോസി നദിയാണ്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമായിട്ട് ആഡ് ചെയ്തതാണ്. അരുൺ എന്ന പേരിൽ പോഷക നദിയുള്ള നദി എന്ന് ചോദിച്ചാൽ അത് കോസി നദിയാണ്, ഓർക്കുക. അടുത്തതാണ് സോൺ നദി. ഏതാണ്? സോൺ നദി. മധ്യപ്രദേശിലെ അമർകാണ്ഡ കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് സോൺ നദി. മധ്യപ്രദേശിലെ അമർകാണ്ഡ കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് സോൺ നദി. ഇന്ത്യൻ ഉപദ്വീപിന്റെ വടക്ക് ഭാഗത്ത് നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് സോൺ നദി. ഇന്ത്യൻ ഉപദ്വീപിന്റെ വടക്ക് ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാന പോഷക നദി ഏതാണ്? സോൺ നദിയാണ്. ഗംഗയുടെ തെക്കു ഭാഗത്ത് ഏറ്റവും വലിയ പോഷക നദി എന്നറിയപ്പെടുന്നത് സോൺ നദിയാണ്. ഗംഗയുടെ തെക്കു ഭാഗത്തെ ഏറ്റവും വലിയ പോഷക നദി എന്നറിയപ്പെടുന്നത് ആരാണ്? സോൺ നദിയാണ്. പാടലിപുത്രം പട്ടണം സ്ഥിതി ചെയ്തിരുന്നത് സോൺ നദിയുടെ തീരത്താണെന്ന് കരുതപ്പെടുന്നു. ഇത് ഡിഗ്രി ലെവൽ ചോദിച്ചിട്ടുണ്ട്. പാടലിപുത്ര പട്ടണം സ്ഥിതി ചെയ്യുന്നത് സോൺ നദിയുടെ തീരത്താണെന്ന് കരുതപ്പെടുന്നു. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സോൺ നദിയുടെ പോഷക നദിയായിട്ടുള്ള റിഹാന്ത് നദിയിലാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സോൺ നദിയുടെ പോഷക നദിയായിട്ടുള്ള റിഹാന്ത് നദിയിലാണ്. അടുത്തതാണ് രാംഗംഗ നദി. ഏതാണ്? രാംഗംഗ നദി. രാംഗംഗ നദിയുടെ നീളം 596 കിലോമീറ്റർ ആണ്. ഡിഗ്രി ലെവലാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ +2 ലെവൽ 1-2 ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിരുന്നു. അതുകൊണ്ട് ഓർത്തോളണം. രാംഗംഗ നദിയുടെ നീളം എന്ന് പറയുന്നത് 596 കിലോമീറ്റർ ആണ്. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി രാംഗംഗ. നമ്മുടെ LGS ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? രാംഗംഗ നദിയാണ്. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാ സുഹൃത്തുക്കളെ? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത് ഏതാണ്? ജിം കോർബറ്റ് ദേശീയ ഉദ്യാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ദേശീയ ഉദ്യാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ജിം കോർബറ്റ് ദേശീയ ഉദ്യാനമാണ്. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം രൂപീകരിക്കപ്പെട്ട വർഷം എന്നാണ്? 1936 ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം രൂപീകരിക്കപ്പെട്ട വർഷം 1936 എന്നാൽ അന്ന് അവന്റെ പേര് ജിം കോർബറ്റ് എന്നല്ലായിരുന്നു. അവന്റെ പേരായിരുന്നു ഹെയ്ലി നാഷണൽ പാർക്ക്. എന്താണ്? ഹെയ്ലി നാഷണൽ പാർക്ക്. ഓർത്തോളണം. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് രൂപീകരിക്കപ്പെട്ട വർഷം 1936. അന്ന് അവന്റെ പേരെന്തായിരുന്നു? ഹെയ്ലി നാഷണൽ പാർക്ക് എന്നായിരുന്നു. ഇതിനോടൊപ്പം തന്നെ PSC ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പ്രോജക്റ്റ് ടൈഗർ എന്ന 1973 പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്നത് ആരംഭിച്ചത് ഏത് ദേശീയ ഉദ്യാനത്തിൽ നിന്നാണെന്ന് ചോദിച്ചാൽ അത് ഓർക്കുക, ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിൽ നിന്നായിരുന്നു. ശ്രദ്ധിച്ചോളെ, 1973 പ്രോജക്റ്റ് ടൈഗർ ഏത് ദേശീയ ഉദ്യാനത്തിൽ നിന്നാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അത് ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിൽ നിന്നുമാണ് ആരംഭിച്ചത്. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇനി ഏറ്റവും മർമ്മപ്രധാനമായ ചോദ്യം, ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, അത് ഉത്തരാഖണ്ഡ് ആണ്. പലരും തെറ്റിക്കുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ്. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചിരുന്നോളെ, ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി രാംഗംഗ നദിയാണ്.
ജിം കോർബറ്റ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരാഖണ്ഡ് ആണ്. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ദേശീയോദ്യാനം എന്ന് ചോദിച്ചാൽ അത് ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ്. ഈ ജിം കോർബറ്റ് ദേശീയോദ്യാനം രൂപീകരിച്ച വർഷം 1936 ആണ്. അന്ന് അവന്റെ പേരെന്തായിരുന്നു? ഹെയ്ലി നാഷണൽ പാർക്ക് എന്നായിരുന്നു. അപ്പൊ ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിന്റെ ആദ്യകാല നാമം എന്താണ്? ഹെയ്ലി നാഷണൽ പാർക്ക് എന്നാണ്. ഏറ്റവും അവസാന പോയിന്റായി നമ്മൾ എന്താ പറഞ്ഞത്? 1973 പ്രോജക്ട് ടൈഗർ ആരംഭിച്ചത് എവിടെയാണ്? ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലാണ്. ഇത്രയും പോയിന്റ് ഇവിടെ ഓർത്തു വെച്ചോളണം. രാംഗംഗാ നദി ഗംഗാ നദിയുമായി കൂടിച്ചേരുന്ന സ്ഥലം കനൌജിലാണ്. ഓർത്തോളണം, രാംഗംഗാ നദി ഗംഗാ നദിയുമായി കൂടിച്ചേരുന്ന പ്രദേശം എവിടെയാണ്? അത് കനൌജിലാണ്. കനൌജ് എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലാണ് കേട്ടോ. കനൌജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാണ്. ഓർക്കുക. അതുപോലെ തന്നെ ഈ കനൌജിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ പെർഫ്യൂം ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് കനൌജ് ആണ് കേട്ടോ. എന്താണ് കനൌജ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത? എന്താ? പെർഫ്യൂം ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് കനൌജ് നഗരമാണ്. അടുത്തതാണ് ദാമോദർ നദി. അപ്പൊ ഏറ്റവും നമ്മുടെ ക്ലാസിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ദാമോദർ നദി. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദി. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദർ നദിയാണ്. ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ഏതാ? ദാമോദർ നദിയാണ്. റിവർ ഓഫ് സോറോ എന്നറിയപ്പെടുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ദാമോദർ നദിയാണ്. അല്ലെങ്കിൽ ദുഃഖത്തിന്റെ നദി എന്നൊക്കെ അറിയപ്പെടുന്ന ആരും ചോദിച്ചാൽ അത് ദാമോദർ നദിയാണ്. ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായ കമർപത്ത് മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ദാമോദർ നദി. ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായ കമർപത്ത് മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ദാമോദർ നദിയാണ്. ഗംഗാ നദിയുടെ കൈവഴിയായ ഹൂഗ്ലി നദിയിൽ ചേരുന്ന ഗംഗയുടെ പോഷക നദി എന്ന് ചോദിച്ചാൽ അത് ദാമോദർ നദിയാണ്. ഗംഗാ നദിയുടെ കൈവഴിയായ ഹൂഗ്ലി നദിയിൽ ചേരുന്ന ഗംഗയുടെ പോഷക നദി എന്ന് ചോദിച്ചാൽ അത് ദാമോദർ നദിയാണ്. അപ്പോൾ ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദർ നദിയാണ്. ഏറ്റവും കൂടുതൽ LGS ലെവൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദർ നദിയാണ്. സിന്ധു നദി. സിന്ധു നദിയെ കുറിച്ച് മാത്രം PSC 22 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഏകദേശം 2015 മുതൽ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ തന്നെ ഇനിയും PSC ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. സിന്ധു നദിയുമായി ബന്ധപ്പെട്ട 25 ഫാക്ടുകൾ. ടിബറ്റിലെ മാനസ് സരോവർ സ്ഥിതി ചെയ്യുന്ന ബോഗാർജു ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് സിന്ധു നദി. സിന്ധു നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ടിബറ്റിലെ മാനസ സരോവറിൽ സ്ഥിതി ചെയ്യുന്ന ബോഗാർജു ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ആര്? സിന്ധു നദി. സിന്ധു നദിയുടെ ആകെ നീളം 2880 കിലോമീറ്റർ. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരമാണ് ഈ പറഞ്ഞത് കേട്ടോ. അപ്പൊ സിന്ധു നദിയുടെ ആകെ നീളം ചോദിച്ചാൽ 2880 കിലോമീറ്റർ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ SSAയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതുവാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എഴുതുവാനുള്ളത് 3180 കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പോ സിന്ധു നദിയുടെ ആകെ നീളം ആസ് പെർ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം 2880 കിലോമീറ്ററും ഇനി നമ്മൾ SSA അങ്ങനെയുള്ള വലിയ വലിയ എക്സാംസ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പരീക്ഷകൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ 3180 കിലോമീറ്റർ എന്നും ഓർത്തു വെച്ചിരിക്കണം. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം 709 കിലോമീറ്റർ. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എത്രയാണ്? 709 കിലോമീറ്റർ ആണ്. ഇനി SSA ലെവൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആണെങ്കിൽ അത് 1114 കിലോമീറ്റർ എന്ന് ഓർത്തു വെച്ചോളണം. ഈ 1114 എന്ന് പറയുന്നത് 2019 ജലവിഭവ വകുപ്പിന്റെ കണക്ക് പ്രകാരമാണ് കേട്ടോ. ഓർക്കണം, സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എത്രയെന്ന് ചോദിച്ചാൽ നമ്മുടെ PSCയുടെ ഉത്തരം എത്രയാ? 709 കിലോമീറ്റർ ആണ്. എന്നാൽ 2019 ജലവിഭവ വകുപ്പിന്റെ കണക്ക് പ്രകാരം ഇത് 1114 കിലോമീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഹിമാലയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ആരാണ്? സിന്ധു നദിയാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധു നദി. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്? സിന്ധു നദിയാണ്. പാകിസ്ഥാന്റെ ദേശീയ നദിയെന്നും പാകിസ്ഥാൻ
പാകിസ്ഥാന്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്ന നദി സിന്ധു നദി. പാകിസ്ഥാന്റെ ദേശീയ നദി എന്നും പാകിസ്ഥാന്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്ന നദി ഏതാണ്? സിന്ധു നദിയാണ്. ഇതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ സിന്ധു നദി പാകിസ്ഥാനിലെ സിന്ധ് മേഖലയിൽ വലിയൊരു ഡെൽറ്റ രൂപീകരിക്കുന്നുണ്ട്. ഈ ഡെൽറ്റ പ്രദേശത്താണ് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട കാർഷിക മേഖല സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ ജീവരേഖ എന്നും പാകിസ്ഥാന്റെ ദേശീയ നദി എന്നും ആരെ വിളിക്കുന്നത്? നമ്മുടെ സിന്ധു നദിയെ വിളിക്കുന്നത്. ഓർക്കുക, പാകിസ്ഥാന്റെ ദേശീയ നദി എന്നും പാകിസ്ഥാന്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്ന നദി ഏതാണ്? സിന്ധു നദിയാണ്. അതിനുള്ള കാരണം ചോദിച്ചാല് പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള സിന്ധു മേഖലയിൽ നമ്മുടെ സിന്ധു നദി എന്ത് ചെയ്യുന്നുണ്ട്? വലിയൊരു ഡെൽറ്റ രൂപീകരിക്കുന്നുണ്ട്. ഈ ഡെൽറ്റ പ്രദേശത്താണ് പാകിസ്ഥാന്റെ ഏറ്റവും കൂടുതൽ കാർഷിക പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ ജീവരേഖ എന്ന് ആരെ വിളിക്കുന്നത്? സിന്ധു നദിയെ വിളിക്കുന്നത്. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി എന്നറിയപ്പെടുന്നത് സിന്ധു നദി. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന അഥവാ കാനിയൻസ് സൃഷ്ടിക്കുന്ന നദി ഏതാണ്? അത് സിന്ധു നദിയാണ്. ടിബറ്റിൽ സിംഘി ഖംഭൻ എന്ന് അറിയപ്പെടുന്ന നദി സിന്ധു നദി. ടിബറ്റിൽ സിംഘി ഖംഭൻ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അത് സിന്ധു നദിയാണ്. പ്രാചീന ജനപദമായ മോഹൻജദാരോ സ്ഥിതി ചെയ്തിരുന്ന നദീതീരം എന്നറിയപ്പെടുന്നത് സിന്ധു നദീതീരമാണ്. പ്രാചീന ജനപദമായിട്ടുള്ള മോഹൻജദാരോ സ്ഥിതി ചെയ്തിരുന്ന നദീതീരം ഏതാണ്? സിന്ധു നദീതീരമാണ്. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ്. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ആരാണ്? സിന്ധു നദിയാണ്. സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന നദികൾ ഏതൊക്കെയാണ്? സിന്ധു നദി, സരസ്വതി നദി, വീണ്ടും പറയുന്നു സരസ്വതി നദി, ചലം നദി, രവി നദി, ചിനാബ് നദി, സത്ലജ് നദി, ബിയാസ് നദി. അതായത് സിന്ധു നദിയും അവന്റെ 5 പോഷക നദികളും അതിനോടൊപ്പം സരസ്വതി നദിയും കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? സപ്ത സിന്ധു എന്നറിയപ്പെടുന്നത്. ഓർക്കുക, സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന നദികൾ അപ്പൊ ഏതൊക്കെയാ? സിന്ധു, സിന്ധുവിന്റെ 5 പോഷക നദികളായിട്ടുള്ള ചലം, രവി, ചിനാബ്, ബിയാസ്, സത്ലജ് നദികളും അതിനോടൊപ്പം സരസ്വതി നദിയും കൂടെ ചേരുമ്പോഴാണ് സപ്ത സിന്ധു എന്ന് അറിയപ്പെടുന്നത്. സിന്ധു നദിയുടെ തീരത്തെ ഏറ്റവും വലിയ നഗരം എന്നറിയപ്പെടുന്നത് കറാച്ചിയാണ്. കറാച്ചി എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? പാകിസ്ഥാനിലാണ് കേട്ടോ. ഓർക്കണം, സിന്ധു നദിയുടെ തീരത്തെ ഏറ്റവും വലിയ നഗരം എന്നറിയപ്പെടുന്നത് കറാച്ചിയാണ്. കറാച്ചി ഏത് രാജ്യത്താണ്? പാകിസ്ഥാനിലാണ്. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബാണ്. ഈ 5 നദികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ സിന്ധു നദിയുടെ പോഷക നദികൾ തന്നെയാണ് കേട്ടോ. അപ്പോ 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. ഈ പഞ്ചാബിന് പേര് വരുവാൻ കാരണം സിന്ധുവിന്റെ 5 പോഷക നദികളാണ്. പാകിസ്ഥാനിൽ സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാമാണ് ടർബേല ഡാം. പാകിസ്ഥാനിൽ സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാം എന്നറിയപ്പെടുന്നത് ഏതാണ്? ടർബേല ഡാമാണ്. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചിരിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും പാകിസ്ഥാനുമാണ്. സിന്ധു നദീജല കരാർ ഒപ്പുവെക്കപ്പെട്ട വർഷം 1960 സെപ്റ്റംബർ 19. സിന്ധു നദീജല കരാർ ഒപ്പുവെക്കപ്പെട്ട വർഷം 1960 സെപ്റ്റംബർ മാസം 19-ാം തീയതി. ഡേറ്റ് ഓർത്തോളണം, ഇമ്പോർട്ടന്റ് ആണ്. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചവർ ആരൊക്കെയും ചോദിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് അയൂബ് ഖാനും ചേർന്നാണ്. ഓർക്കണം, സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് അയൂബ് ഖാനും ചേർന്നാണ്. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ച സ്ഥാപനം എന്ന് ചോദിച്ചാൽ അത് ലോക ബാങ്ക് ആണ്. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത നിന്ന സ്ഥാപനം എന്ന് ചോദിച്ചാൽ അത് ലോക ബാങ്ക് ആണ്. സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് അവകാശം ലഭിച്ച നദികള് രവി നദി, ബിയാസ് നദി, സത്ലജ് നദി. ഇത് 3ഉം ഓർത്തു വെച്ചോളണം, PSC ചോദിച്ചിട്ടുണ്ട്. സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് അവകാശം ലഭിച്ച നദികൾ ഏതൊക്കെയാണ്? രവി നദി, ബിയാസ് നദി, സത്ലജ് നദി. ഇങ്ങനെ 3 നദികളാണ് നമ്മുടെ സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് അവകാശമായി ലഭിച്ചത്. സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാന് അവകാശമുള്ള നദികളാണ് സിന്ധു, ചലം, ചിനാബ് നദി. ഇവിടെ നിന്ന് PSC ചോദിക്കും, സിന്ധു നദീജല കരാർ പ്രകാരം സിന്ധു നദി ഏത് രാജ്യത്തിന് അവകാശമുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനാണ്. ഓർത്തോളണം, ഇന്ത്യക്കല്ല കേട്ടോ. അപ്പോ സിന്ധു നദീജല കരാർ പ്രകാരം
പാകിസ്ഥാന് അവകാശമുള്ള നദികൾ എന്ന് ചോദിച്ചാൽ അത് സിന്ധു നദി, പിന്നെ ചലം നദി, അതുപോലെ ചിനാബ് നദി. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് സിന്ധു നദിയിൽ നിന്നും എത്ര ശതമാനം ജലമാണ് ഇന്ത്യക്ക് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് 20% ജലമാണ്. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് സിന്ധുവും അതിന്റെ പോഷക നദികളും ചേർത്തുകൊണ്ട് എത്ര ശതമാനം ജലമാണ് ഇന്ത്യക്ക് അവകാശപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് 20% ജലമാണ്. സിന്ധു നദിയുടെ പ്രധാന പോഷക നദികളാണ് ചലം, രവി, ചിനാബ്, സത്ലജ്, ബിയാസ് നദികള്. സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ചലം, രവി, ചിനാബ്, ബിയാസ്, സത്ലജ് നദികളാണ്. ഇനി നമ്മൾ സിന്ധു നദിയുടെ പോഷക നദികളുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് സിന്ധുവിന്റെ പോഷക നദികളുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദിച്ച ചോദ്യങ്ങൾ. ആദ്യമായി പഠിക്കുവാൻ പോകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ചലം നദി. ഏതാണ് ചലം നദി? ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം എന്നറിയപ്പെടുന്നത് ചലം നദീതീരം. ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ചലം നദീതീരമാണ്. BC 326 ഹൈഡാസ്പസ് യുദ്ധം നടന്നതായി വിശ്വസിക്കപ്പെടുന്ന നദീതീരം ചലം നദീതീരം. BC 326 ഹൈഡാസ്പസ് യുദ്ധം നടന്നതായി വിശ്വസിക്കപ്പെടുന്ന നദീതീരം ഏതാണ്? അത് ചലം നദിയുടെ തീരത്താണ്. പാകിസ്ഥാന്റെ ഭാഗമായ മംഗള ഡാം സ്ഥിതി ചെയ്യുന്ന നദി ചലം നദി. ഇപ്പോ PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം. പാകിസ്ഥാന്റെ ഭാഗമായുള്ള മംഗള ഡാം സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ചലം നദിയാണ്. ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ഉറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചലം നദിയിലാണ്. ഓർക്കുക, ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ഉറി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചലം നദിയിലാണ്. ഇവിടെ ഓർക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താണ്? ഉറി ജലവൈദ്യുത പദ്ധതി അപ്പോൾ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? അത് ജമ്മു കാശ്മീരിലാണ്. ശ്രദ്ധിക്കുക. കാശ്മീരിലെ ഊളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി എന്നറിയപ്പെടുന്നത് ചലം നദിയാണ്. കാശ്മീരിലെ ഊളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി എന്നറിയപ്പെടുന്നത് ആരാണ്? ചലം നദിയാണ്. പ്രാചീന കാലത്ത് വിതാസ്ത എന്നും ഗ്രീക്ക് ഭാഷയിൽ ഹൈഡാസ്പസ് എന്നും അറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? ചലം നദിയാണ്. പ്രാചീന കാലത്ത് വിതാസ്ത എന്നും ഗ്രീക്ക് ഭാഷയിൽ ഹൈഡാസ്പസ് എന്നും അറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? അത് ചലം നദിയാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട 6 ചോദ്യങ്ങളാണ് PSC ചലം നദിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത്. അടുത്ത സിന്ധുവിന്റെ പോഷക നദിയാണ് ചിനാബ് നദി. ചിനാബ് നദിയുമായി ബന്ധപ്പെട്ട് 6 പോയിന്റ്സ് PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ചിനാബ് നദി സസ്കർ പർവ്വതനിരയിലെ ബാരാലാച്ചാലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ചിനാബ് നദി. സസ്കർ പർവ്വതനിരയുടെ ഭാഗമായിട്ടുള്ള ബാരാലാച്ചാലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ചിനാബ് നദി. സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി എന്ന് ചോദിച്ചാൽ അത് ചിനാബ് നദിയാണ്. പലരും തെറ്റിക്കുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി, അതായത് ധാരാളം ജലമുള്ള പോഷക നദി എന്ന് ചോദിച്ചാൽ അത് ചിനാബ് നദിയാണ്. ബഗ്ലിഹാർ, ദുൽഹസ്തി, സലാൽ, ടാറ്റിൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി ചിനാബ് നദി. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ അണക്കെട്ടുകളും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, ഓർക്കണം. ബഗ്ലിഹാർ, ദുൽഹസ്തി, സലാൽ, ടാറ്റിൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ചിനാബ് നദിയാണ്. ഇതിൽ ബഗ്ലിഹാർ അണക്കെട്ടും ദുൽഹസ്തി അണക്കെട്ടും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഓർക്കുക, ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിലാണ് നമ്മുടെ ബഗ്ലിഹാറും അതുപോലെ ദുൽഹസ്തിയും അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബഗ്ലിഹാർ, ദുൽഹസ്തി അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് ചിനാബ് നദിയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ചിനാബ് നദിയിലാണ്. 2025 ജൂൺ 6 ഇത് ഉദ്ഘാടനം ചെയ്തത്. കറണ്ട് അഫയേഴ്സ് ആണ്, അതുകൊണ്ട് വ്യക്തമായിട്ട് ഡേറ്റ് പഠിച്ചോളണം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ചിനാബ് നദിയിലാണ്. 2025 ജൂൺ 6 ഇത് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. PSC ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പോയിന്റ് ആണ്, ഈ ചിനാബ് നദിക്ക് കുറുകെയുള്ള സ്റ്റീൽ ആർച്ച് റെയിൽവേ പാലം നിർമ്മിച്ച കമ്പനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോളണം, അത് കൊങ്കൺ റെയിൽവേ ആണ് കേട്ടോ. നമ്മുടെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് റെയിൽവേ പാലം ചിനാബ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയും പോയിന്റ് നിങ്ങൾ ഓർത്തു വെച്ചോളണം. ഇനി ബൈ ചാൻസ് PSC ചോദിക്കുവാണ്, ഈ ചിനാബ് നദിയിലെ ഈ സ്റ്റീൽ ആർച്ച് റെയിൽവേ പാലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായാണ്. ഓർക്കുക,
ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് നദി ഏതാണ്? ചെനാബ് നദിയാണ്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞുതരാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലെ ചെനാബ് നദിക്ക് കുറുകെയാണ്. 2025 ജൂൺ 6-നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയാണ്. ഈ സ്റ്റീൽ ആർച്ച് റെയിൽവേ പാലത്തിന്റെ ഉയരം എത്രയെന്ന് ചോദിച്ചാൽ അത് 359 മീറ്റർ ആണ്. ഇനി ഈ സ്റ്റീൽ ആർച്ച് റെയിൽവേ പാലം നിർമ്മിച്ച കമ്പനി എന്ന് ചോദിച്ചാൽ അത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആണ്. അതും കൂടെ ഒന്ന് ഓർത്തോളണം. ജമ്മു പട്ടണത്തെ രണ്ടായി വിഭജിക്കുന്ന ചിനാബ് നദിയുടെ പോഷക നദിയാണ് താവി നദി. ജമ്മു പട്ടണത്തെ രണ്ടായി വിഭജിക്കുന്ന ചിനാബ് നദിയുടെ പോഷക നദി ഏതാണ്? അത് താവി നദിയാണ്. പ്രാചീന കാലത്ത് ചന്ദ്രഭാഗ എന്നും അസ്കിനി എന്നും ഗ്രീക്ക് ഭാഷയിൽ എസൈൻസ് എന്നും അറിയപ്പെട്ടിരുന്ന നദി ചിനാബ് നദി. ഓർക്കണം, പ്രാചീന കാലത്ത് ചന്ദ്രഭാഗ എന്നും അസ്കിനി എന്നും അറിയപ്പെട്ടതും ഗ്രീക്ക് ഭാഷയിൽ എസൈൻസ് എന്നും അറിയപ്പെട്ടിരുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ചിനാബ് നദിയാണ്. ഓർക്കുക. നമ്മുടെ മൂന്നാമത്തെ സിന്ധു നദിയുടെ പോഷക നദിയാണ് രവി നദി. രവി നദിയുമായി ബന്ധപ്പെട്ടും 6 പോയിന്റ്സുകൾ തുടർച്ചയായിട്ട് PSC ചോദിക്കാറുണ്ട്. അവ ഏതെന്ന് നമുക്ക് നോക്കാം. രവി നദി ഹിമാചൽ പ്രദേശിലെ റോക്താങ് ചുരത്തിന്റെ ഭാഗമായുള്ള കുളു കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി രവി നദി. ഹിമാചൽ പ്രദേശിന്റെ റോക്താങ് ചുരത്തിന്റെ ഭാഗമായുള്ള കുളു കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി രവി നദി. ലാഹോർ പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം ലാഹോറിന്റെ നദി എന്നും അറിയപ്പെടുന്നത് രവി നദിയാണ്. ലാഹോർ പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം ലാഹോറിന്റെ നദി എന്നും അറിയപ്പെടുന്നത് ഏതാണ്? രവി നദിയാണ്. ഈ ലാഹോർ പട്ടണം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമാണ്. ഓർത്തോളണം കേട്ടോ. അപ്പോൾ ലാഹോർ പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരവും ലാഹോറിന്റെ നദി എന്നും അറിയപ്പെടുന്നത് ആരാണ്? രവി നദിയാണ്. അപ്പോൾ രവി നദിയെ പറ്റി പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു വർഷമാണ് 1929. ഈ 1929ന്റെ പ്രത്യേകത എന്താ? ഈ 1929ലാണ് ലാഹോർ സമ്മേളനം നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന PSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന INC സമ്മേളനമായിട്ടുള്ള ലാഹോർ സമ്മേളനം നടക്കുന്നത് 1929 രവി നദിയുടെ തീരത്ത് വെച്ചാണ്. ഈ ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നമുക്കറിയാം, ജവഹർലാൽ നെഹ്റു ആയിരുന്നു 1929 ലാഹോർ INC സമ്മേളനത്തിലെ പ്രസിഡന്റ് അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ചത്. ഇവിടെ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട എന്ത് തീരുമാനമാണ് നമ്മൾ എടുത്തത്? അതെ, ഇന്ത്യക്ക് നമ്മൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. എന്നാണ്? 1930 ജനുവരി 26-ന് ഇന്ത്യ സ്വതന്ത്രമാകുന്നു എന്ന് നമ്മൾ പ്രഖ്യാപിച്ചത് എവിടെ വെച്ചാണ്? ഈ ലാഹോർ INC സമ്മേളനത്തിൽ വെച്ചാണ്. ആ ലാഹോർ INC സമ്മേളനത്തിൽ വെച്ച് തന്നെ രവി നദിയുടെ തീരത്താണ് ആദ്യമായിട്ട് നമ്മൾ ത്രിവർണ പതാക ഉയർത്തുന്നതും. അതും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പോൾ ഇത്രയും പോയിന്റ്സ് രവി നദിയുമായി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരണം. പോയിന്റ്സ് ഒന്നുകൂടി ആവർത്തിക്കാം. ലാഹോർ പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം, ലാഹോറിന്റെ നദി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? രവി നദിയാണ്. ഈ ലാഹോർ പട്ടണം ഇപ്പോൾ എവിടെയെന്ന് ചോദിച്ചാൽ പാകിസ്ഥാന്റെ ഭാഗമാണ്. ഇനി രവി നദി എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരാനുള്ള പോയിന്റ് 1929 ലാഹോർ സമ്മേളനം നടന്നത് രവി നദി തീരത്ത് വെച്ചാണ്. ഈ 1929 ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇവിടെ വെച്ച് എന്ത് പ്രധാനപ്പെട്ട തീരുമാനമാണ് എടുത്തത്? 1930 ജനുവരി 26-ന് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് INC പ്രഖ്യാപിക്കുന്നു. ഇനി അടുത്ത പോയിന്റ് എന്താ പറഞ്ഞത്? രവി നദിയുടെ തീരത്ത് വെച്ചിട്ട് അന്ന് ത്രിവർണ പതാക ഉയർത്തുകയും ചെയ്തിരുന്നു. ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റ് ഓർക്കണം. ജഹാംഗീറിന്റെയും നൂർജഹാന്റെയും ശവകുടീരം സ്ഥിതി ചെയ്യുന്ന നദീതീരം രവി നദീതീരം. ജഹാംഗീറിന്റെയും നൂർജഹാൻ എന്നിവരുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? രവി നദീതീരമാണ്. തെയ്യീൻ ഡാം അഥവാ രഞ്ജിത് സാഗർ ഡാം അണക്കെട്ട്, ചമേര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി രവി നദിയാണ്. ഇതിൽ തെയ്യീ ഡാം ഒരുപാട് തവണ PSC ചോദിച്ചുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. തെയ്യീ ഡാം അഥവാ രഞ്ജിത് സാഗർ അണക്കെട്ട്, ചമേരി അണക്കെട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? രവി നദിയാണ്. ഷാംപൂർ ഖാണ്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി രവി നദിയാണ്. ഓർത്തോളണം, ഷാംപൂർ ഖാണ്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അത് രവി നദിയിലാണ്. പ്രാചീന കാലത്ത് പരിഷ്ണി എന്നും ഐരാവതി എന്നും ഗ്രീക്ക് ഭാഷയിൽ ഹൈഡ്രാറ്റിസ് എന്നും അറിയപ്പെട്ടിരുന്ന നദി രവി നദിയാണ്. പ്രാചീന കാലത്ത്
പരിഷ്ണി എന്നും ഐരാവതി എന്നും അറിയപ്പെട്ടിരുന്ന നദിയും ഗ്രീക്ക് ഭാഷയിൽ ഹൈഡ്രാറ്റീസ് എന്ന് അറിയപ്പെട്ടിരുന്ന നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രവി നദിയാണ്. ഓർക്കുക. അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്ന സിന്ധു നദിയുടെ പോഷക നദിയാണ് ബിയാസ് നദി. ബിയാസ് നദിയുമായി ബന്ധപ്പെട്ട് 7 പോയിന്റുകൾ PSC ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ബിയാസ് നദി ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിന്റെ ഭാഗമായ ബിയാസ് കുണ്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ബിയാസ് നദി. ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിന്റെ ഭാഗമായുള്ള ബിയാസ് കുണ്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ബിയാസ് നദി. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി എന്നറിയപ്പെടുന്നത് ബിയാസ് നദിയാണ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി എന്നറിയപ്പെടുന്നത് ബിയാസ് നദിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി എന്ന് ചോദിച്ചാൽ അത് ബിയാസ് നദിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ഏതാണ്? അത് ബിയാസ് നദിയാണ്. പ്രശസ്തമായ പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ബിയാസ് നദിയാണ്. ഓർത്തോളണം, പ്രശസ്തമായ പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ബിയാസ് നദിയാണ്. ദൗലാധർ പർവ്വതനിരയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി ഏതാണ്? ബിയാസ് നദിയാണ്. ഡിഗ്രി ലെവൽ ചോദിച്ചതാണ്. ദൗലാധർ പർവ്വതനിരയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദിയാണ് ബിയാസ് നദി. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ബിയാസ് നദി. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ് നദി. പ്രാചീന കാലത്ത് വിപാസ എന്നും ഗ്രീക്ക് ഭാഷയിൽ ഹൈഫസീസ് എന്നും അറിയപ്പെട്ടിരുന്ന നദി ബിയാസ് നദി. പ്രാചീന കാലത്ത് വിപാസ എന്നും ഗ്രീക്ക് ഭാഷയിൽ ഹൈഫസീസ് എന്നും അറിയപ്പെട്ടിരുന്ന നദി ഏതായിരുന്നു? അത് ബിയാസ് നദിയാണ്. അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചിരിക്കുന്ന സിന്ധു നദിയുടെ പോഷക നദിയായിട്ടുള്ള സത്ലജ് നദിയെ പറ്റിയിട്ടാണ് കേട്ടോ. കേരള PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ച സിന്ധുവിന്റെ പോഷക നദി എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് സത്ലജ് നദിയാണ്. 10ലേറെ പോയിന്റ്സുകൾ സത്ലജ് നദിയുമായി ബന്ധപ്പെട്ട് മാത്രം PSC ചോദിച്ചിട്ടുണ്ട്. അവ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ടിബറ്റിലെ രഷ്തൽ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി സത്ലജ് നദി. ടിബറ്റിലെ രഷ്തൽ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് സത്ലജ് നദി. പഞ്ചനദികളിൽ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന നദി സത്ലജ് നദി. പഞ്ചനദികളിൽ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന നദി ഏതാണ്? സത്ലജ് നദിയാണ്. ഷിപ്കില ചുരത്തിലൂടെ ഒഴുകുന്ന നദി സത്ലജ് നദി. ഷിപ്കില ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? സത്ലജ് നദിയാണ്. സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി എന്നറിയപ്പെടുന്നത് സത്ലജ് നദിയാണ്. ഇതാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി എന്ന് ചോദിച്ചാൽ അത് സത്ലജ് നദിയും, സിന്ധു നദിയുടെ ഏറ്റവും വലിയ ഒരുപാട് ജലം വഹിക്കുന്ന വലിയ പോഷക നദി എന്ന് ചോദിച്ചാൽ അത് ചിനാബ് നദിയാണ്. തെറ്റരുത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സിന്ധു നദിയുടെ പോഷക നദി സത്ലജ് നദി. ഇന്ത്യയിലൂടെ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സിന്ധു നദിയുടെ പോഷക നദി ഏതാണ്? അത് സത്ലജ് നദിയാണ്. സത്ലജ് നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം 1050 കിലോമീറ്റർ. സത്ലജ് നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം എത്രയാണ്? 1050 കിലോമീറ്റർ ആണ്. ഭക്ര നങ്കൽ, നാഗ്പ ചാക്രി അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് സത്ലജ് നദിയാണ്. ഭക്ര നങ്കൽ, നാഗ്പ ചാക്രി അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് സത്ലജ് നദിയാണ്. ഇനി ഇവിടെ നിന്ന് PSC ചോദിക്കുന്ന ഒരു പോയിന്റ് കൂടെ പറയാം സുഹൃത്തുക്കളെ. ഭക്ര നങ്കൽ അണക്കെട്ടിൽ ഭക്ര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ബോർഡറിലാണ്. അതായത് ഹിമാചൽ പ്രദേശിന് പഞ്ചാബിന്റെ ബോർഡറിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ഭക്ര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഈ നങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പ്യുവർ ആയിട്ട് പഞ്ചാബിലാണ് കേട്ടോ. അതായത് മുകളിലും താഴെയായിട്ടാണ് കേട്ടോ അവർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഭക്ര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശ് പഞ്ചാബിന്റെയും ബോർഡറിലാണ്. എന്നാൽ നങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചാബിലാണ്. ഓർക്കണം, നങ്കൽ അണക്കെട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പഞ്ചാബിന്റെ ഭാഗമായുള്ള സത്ലജ് നദിയിലാണ്. നാഗ്പ ചാക്രി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. നാഗ്പ ചാക്രി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. അതിനോടൊപ്പം പഠിക്കേണ്ട ഒരു അണക്കെട്ടാണ് കോൾ അണക്കെട്ട് കേട്ടോ. എവിടെയാ സ്ഥിതി എന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിൽ തന്നെയാണ് കേട്ടോ. ഹിമാചൽ പ്രദേശിൽ ചെയ്യുന്ന കോൾ അണക്കെട്ടും എവിടെയാണ്? സത്ലജ് നദിയിലുള്ള ഒരു അണക്കെട്ടാണ്. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സത്ലജ് നദിയുടെ ഭാഗമായി ഹിമാചൽ പ്രദേശിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് കോൽ അണക്കെട്ടും. അതുപോലെ തന്നെ നാഗ്പ ചാക്രി അണക്കെട്ടും. ഏതാണ്? നാഗ്പ ചാക്രി അണക്കെട്ടും. ഭക്ര നങ്കൽ അണക്കെട്ടിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട ജലസംഭരണിയാണ് ഗോവിന്ദ് സാഗർ. ഭക്ര നങ്കൽ അണക്കെട്ടിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട ജലസംഭരണിയാണ് ഏത്? ഗോവിന്ദ് സാഗർ. ഈ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലസംഭരണി എന്നറിയപ്പെടുന്നത് ഗോവിന്ദ് സാഗർ ആണ്. ഓർത്തോളണം, ഭക്ര നങ്കൽ അണക്കെട്ടിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട ജലസംഭരണി ഏതാണ്? ഗോവിന്ദ് സാഗർ ജലസംഭരണിയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലസംഭരണി എന്ന് ചോദിച്ചാൽ അത് ഗോവിന്ദ് സാഗർ ജലസംഭരണിയാണ്. സത്ലജ് നദി പതനസ്ഥാനം ചിനാബ് നദിയിലാണ്. ഓർത്തോണം, സത്ലജ് നദിയുടെ പതനസ്ഥാനം എന്നറിയപ്പെടുന്നത് ചിനാബ് നദിയാണ്.
പലരും തെറ്റിക്കും, ഓർക്കണം. സത്ലജ് നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? ചിനാബ് നദിയിലാണ്. ഇനി പ്രാചീന കാലത്ത് സധാത്രു എന്നും ഗ്രീക്ക് ഭാഷയിൽ ഹെസിഡ്രോസ് എന്നും അറിയപ്പെട്ടിരുന്ന നദി എന്ന് ചോദിച്ചാൽ അത് സത്ലജ് നദിയാണ്. പ്രാചീന കാലത്ത് ശതാത്രു എന്നും ഗ്രീക്ക് ഭാഷയിൽ ഹെസിഡ്രോസ് എന്നും അറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? അതും സത്ലജ് നദിയാണ്. ഇത്രയും പോയിന്റ്സ് ഓർക്കുക. ഇത്രയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായിരുന്നു നമ്മൾ ഇന്ന് പഠിച്ചത്. ഇത്രയും നേരം ഈ വീഡിയോയുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വീഡിയോകൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.